നിങ്ങൾ എത്രമാത്രം മനസ്സിലാക്കിയെന്നറിയില്ല. ഹജ്ജും ഉംറയും ഒക്കെ അതിനു വേണ്ടിയെടുത്ത് പറഞ്ഞ് കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ട്രാവൽസ് എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവർ കൊണ്ടുപോകുന്നത് സ്വർഗം വാങ്ങുന്നതിനു വേണ്ടിയാണ്. ഇപ്പം എൻ്റെ ഉമ്മച്ചി ഞാൻ ഉംറയ്ക്ക് വിട്ടിട്ടുണ്ട്. എൻ്റെ ഉമ്മച്ചി വളരെ ചെറിയ പ്രായം മുതൽ ആ നബി ചവിട്ടിയ മണ്ണിൽ ഒന്ന് ചവിട്ടണം. അന്നൊക്കെ ഞാനും നല്ല വിശ്വാസിയായിരുന്നു. ആ മണ്ണിൽ തന്നെയാണ് അബൂ സുഫിയാനും അബൂജഹലും ചവിട്ടിയത് എന്ന് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാകത്തില്ലല്ലോ. ശരി, എന്നാൽ പോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഉമ്മച്ചയ്ക്ക് ഞാൻ ഉൾപ്പെടെ 13 മക്കളുണ്ട്. 4 പേര് മരിച്ചു, ബാക്കി എല്ലാവരും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഉമ്മച്ചയ്ക്ക് ഇങ്ങനെ വല്ലാത്തൊരാഗ്രഹം. ഞാൻ വിചാരിച്ചു ശരി എന്നാൽ ഉമ്മച്ചി പോട്ടെ. ഖുർആൻ ക്ലാസ്സൊക്കെ എടുത്ത് പഠിപ്പിച്ച് സ്കൂളിൽ ഡെയിലി വേജസിന് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ പൈസയൊക്കെ സംഘടിപ്പിച്ച് എങ്ങനെയെങ്കിലും ഖുർആൻ ക്ലാസ്സിന് പൈസയൊന്നും വാങ്ങിയിരുന്നില്ല. പൈസ സംഘടിപ്പിച്ചിട്ട് ഉമ്മച്ചി ഉംറയ്ക്ക് വിട്ടു. ആ സമയത്ത് ഒരാളുടെ പാസ്പോർട്ട് നമ്മുടെ ട്രാവൽസ്കാരിട്ട് തരികയാണ്. ഇത് മകനാണെന്ന് പറയണം. ശരി, അങ്ങനെ ഇവർ 2 പേരും ഉള്ള ഒരു ID കാർഡൊക്കെ ഇവർ സംഘടിപ്പിച്ച് അങ്ങനെയൊക്കെയാണ് വിടുന്നത്. എന്തിനാ പോകുന്നത്? സ്വർഗം വാങ്ങിക്കുക. ദാണ്ട കിടക്കുന്നത് എന്തുവാ ചെയ്യുന്നത്? കള്ളത്തരം. എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, എൻ്റെ പേര് സക്കീർ എന്നാണ്. അവന് 2 പെൺകുട്ടികളാണ്. രണ്ടാമത്തെ കുട്ടി തീരെ അങ്ങോട്ട് സൈസ് ഇല്ല. അപ്പം എന്നോട് പറയുകയാണ്, അവൾക്ക് 8 വയസ്സെന്നും പറഞ്ഞ് കൊണ്ടുപോകാം, ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണ്ടല്ലോ, എന്തിനാ പോകുന്നത്? ഇതുവരെ ചെയ്ത മുഴുവൻ പാപങ്ങളും അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിൽ ഒന്ന് താഴ്ത്തി വെച്ച് മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കാൻ. വിഷയം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയട്ടെ, ഇന്ന് തെറി വിളിയുടെ പൂരപ്പറമ്പായിരിക്കും നമ്മുടെ ചാറ്റ് ബോക്സ്. അവരെ മൈൻഡ് ചെയ്യണ്ട എന്നാണ് ആദ്യം തന്നെ ഞാൻ തീരുമാനിക്കുന്നത്. അവര് കുറച്ച് തെറി വിളിക്കട്ടെ. നെഞ്ചിലിങ്ങനെ കട്ടിയായിട്ടിരിക്കുകയല്ലേ, ആ നെഞ്ചിലെ കല്ലൊന്ന് താഴെ ഇറക്കാൻ നമ്മുടെ ചാറ്റ് ബോക്സ് ഒരു കാരണമാകുന്നെങ്കിൽ പോട്ടെ അല്ലേ. അവരൊന്ന് വിളിച്ചോട്ടെ. തെറിയല്ലേ വിളിക്കുന്നത്. നമ്മുടെ കയ്യും കാലും വെട്ടാനൊന്നും ഇപ്പോൾ അവർക്ക് പറ്റുന്നില്ലല്ലോ, കഴുത്ത് വെട്ടാനും. അവസരം നോക്കിയാൽ ഇരിക്കുന്നത് അത് വേറെ. ഇപ്പം ഇസ്ലാമിക പ്രമാണങ്ങൾ നിർബന്ധമായിട്ടും അംഗീകരിക്കണം. കാരണം അല്ലാത്തവരൊന്നും മുസ്ലിങ്ങളല്ല. പ്രവാചകൻ ഒരു ഹജ്ജേ ചെയ്തിട്ടുള്ളൂ. ഈ ഹജ്ജിന്റെ സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞത്, തറക്തു ഫീക്കും അംറൈൻ, ഞാൻ നിങ്ങളിൽ 2 കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. ലം തളില്ലു മാ തമസ്സക്തും ബിഹിമ, അത് മുറുകെ പിടിക്കുന്നവർ ഒരിക്കലും വഴി പിഴയ്ക്കുകയില്ല. കിതാബില്ല, 1 അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്, വസുന്നത്ത് റസൂലില്ല, 2 പ്രവാചക ചര്യയാണ്. ഇത് 2 മുറുകെ പിടിക്കുന്നവൻ ഒരിക്കലും വഴി പിഴയ്ക്കില്ല എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ പിൽക്കാലത്ത് എഴുതി പിടിപ്പിക്കപ്പെട്ടതാണ് കേട്ടോ. കാരണം പ്രവാചകൻ മരിക്കുന്ന സമയത്ത് ഖുർആനോ ഹദീസോ ഒന്നും പുസ്തക രൂപത്തിലില്ല, ലിഖിതങ്ങളായിട്ടും ഇല്ല. അപ്പൊ ഇത് 2 അംഗീകരിക്കാത്ത ആളുകൾ മുസ്ലിങ്ങളല്ല. എന്നാൽ ഇസ്ലാമിക പ്രമാണങ്ങൾ എന്ന് പറയുന്ന ഈ ഖുർആനും ഹദീസും മനുഷ്യത്വ വിരുദ്ധമാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു ആധുനികതയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ആനുകാലിക വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നും ഈ കിതാബിനകത്തില്ല. അതുപോലെ ദേശവിരുദ്ധമാണ്, അന്യമത വിരോധങ്ങളാണ് ഇതിനകത്ത് നിറച്ചിരിക്കുന്നത്. അത്രയും പിന്നെ സ്ത്രീ വിരുദ്ധതകളാണെങ്കിൽ പറയാനുമില്ല. ലക്ഷണമൊത്ത വർഗീയ ഗ്രന്ഥമാണ്, വിഭാഗീയതകൾ മാത്രം സ്പ്രെഡ് ചെയ്യുന്ന ഗ്രന്ഥമാണ്. ഖുർആനാണെങ്കിലും അതെ, ഹദീസാണെങ്കിലും അതെ. ഇത് അംഗീകരിച്ച് നടപ്പിൽ വരുത്തുന്ന ആളുകളെയാണ് നമ്മൾ നല്ല മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്താണെങ്കിലും ശരി, ഇതിനകത്തിന് ജനാധിപത്യമില്ല, സമത്വമില്ല, സഹോദര്യമില്ല, ഇതൊന്നുമില്ല. നമുക്കറിയാം അതൊക്കെ. ദേശീയതയോ അതല്ലെങ്കിൽ എല്ലാ മതവിശ്വാസികളെയും ഒരേപോലെ കാണുന്ന ഒരു ചിന്താഗതി, അതൊന്നും ഇതിനകത്തില്ല. പക്ഷേ ഇത് ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഹമാസുകാരെ, താലിബാനികളെ, പോപ്പുലർ ഫ്രണ്ടുകാരെ, ഐസിസുകാരെ, ലഷ്കർ-ഇ തൊയ്ബയെ, അൽ-ഖ്വയ്ദ, ഇവരൊക്കെയാണ് ശരിയായ മുസ്ലിങ്ങൾ. നമ്മുടെ നാട്ടിലുമുണ്ട് അത്തരം ചില മുസ്ലിം തീവ്രവാദികൾ. ഇനിയും നമ്മളോടൊക്കെ കുറച്ച് അനുഭാവം വെച്ച് പുലർത്തുന്ന മുസ്ലിങ്ങളുണ്ട്. അവരുടെ അകത്തുണ്ട് കേട്ടോ വിരോധം. അണപ്പല്ലുകൊണ്ട് കടിച്ച് ഞെരിക്കുകയും മുൻപല്ലുകൊണ്ട് ഇളിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അവർ. എനിക്കൊക്കെ അവരെ മനസ്സിലാവും. ഞങ്ങള് ഒന്ന് പുറത്ത് സ്വതന്ത്രമായിട്ടൊന്ന് യാത്ര ചെയ്യാൻ, ഒരു കടയിൽ പോകാനും ബീച്ചിൽ പോകാനും ഒന്നും പറ്റുന്ന ഒരു സാഹചര്യമല്ല. നമുക്കറിയാലോ, ഈ മതത്തെ വിമർശിക്കുന്നെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് പിന്നീട് ഇവിടെ നിലനിന്ന് പോകാൻ. നമ്മളോട് കുറച്ചെങ്കിലും അനുഭാവം കാണിക്കുന്ന ആളുകളുണ്ട്.
അവര് ചില കാര്യങ്ങൾ മാനദണ്ഡമാക്കി പോകുന്നവരാണ്. അവർ മുസ്ലിമായി, മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായിട്ട് ജനിച്ചു, അത്തരമൊരു സാഹചര്യത്തിൽ വളർന്നു വന്നു. ചില കാര്യങ്ങളിൽ നിന്ന് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഈ പ്രമാണത്തിൽ എന്ത് പറഞ്ഞിട്ടില്ല അതൊന്നും അവർക്കറിയില്ല. പ്രമാണങ്ങളെ അങ്ങനെ തന്നെ അക്ഷരത്തിലും വള്ളിയിലും കോമയിലും കുത്തിലും ഒക്കെ പിടിച്ചു തൂങ്ങി അങ്ങനെ തന്നെ പിൻപറ്റണം എന്ന് വിശ്വസിക്കുന്ന ആളുകളും അല്ല അവരാരും. അമുസ്ലിങ്ങളൊക്കെ നജസാണ്, മാലിന്യമാണ്, അവരുമായിട്ടൊന്നും ചങ്ങാത്തം പാടില്ല, സൗഹൃദം പാടില്ല. ഖുർആനിൽ അങ്ങനത്തെ വാക്യങ്ങൾ ഉണ്ടോ? ഇല്ല എന്ന് തർക്കിക്കുന്നവരാണ് ഈ പ്രമാണങ്ങൾ അറിയാത്ത മുസ്ലിങ്ങളിൽ അഖിലവും. അവർക്ക് ആധുനിക മനുഷ്യരായിട്ട് ഇങ്ങനെ ജീവിച്ചു പോകണം. അവരുടെ മതവിശ്വാസം അനുസരിച്ചിട്ട് അവരും പോയിക്കോട്ടെ, നമ്മൾ നമ്മുടെ വിശ്വാസം അനുസരിച്ചിട്ട് നമ്മളും പോകുന്നു. അവരിൽ നിന്ന് ക്രമേണ ഇസ്ലാമും മുസ്ലിമും അലിഞ്ഞു പോകുന്നത് നമുക്ക് കാണാം. അവരാദ്യം തുടക്കത്തില് തട്ടമിട്ട് സോഷ്യൽ മീഡിയയിൽ വരും. ആദ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ പാനീയത്തിൽ ഈച്ച വീണാൽ അതിനെ മുക്കി പിഴിയണമെന്നൊക്കെ പറഞ്ഞിട്ട് വരും. പിന്നീട് വിചാരിക്കോ എന്താ എന്നെക്കുറിച്ച് പൊതുസമൂഹം വിചാരിക്കുക? ക്രമേണ അവര് പൊതുസമൂഹത്തിന്റെ സാംസ്കാരികപരമായ വൈവിധ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ അവർക്ക് തോന്നും, മോശമല്ലേ ഇതൊക്കെ ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, വേണ്ടാന്ന് ചിന്തിക്കും. മുസ്ലിങ്ങൾ പറയുന്നതൊക്കെ ചില ആളുകൾ പറയാറുണ്ട്, ഞങ്ങൾ മുസ്ലിങ്ങൾക്കൊന്നും എതിരല്ല, ഞങ്ങൾ ഇസ്ലാമിലെ ചില കാര്യങ്ങൾക്കാണ് എതിര്. എനിക്കതിനോടൊന്നും യോജിപ്പില്ല. ഞാൻ കള്ളനും കള്ളത്തരത്തിനും എതിരാണ്. ഇത്തരം വിഷയങ്ങൾ, ഞാൻ ഈ പറഞ്ഞ വസ്തുത, ഈ ജനാധിപത്യത്തിന് വിരുദ്ധമായ ഇത്തരം ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നവനാണ് യഥാർത്ഥ മുസ്ലിം. കള്ളത്തരത്തിനെ പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ ചെയ്യാൻ പറ്റില്ല, കള്ളനെയെ നിർത്താൻ പറ്റുള്ളൂ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കള്ളനും കള്ളത്തരത്തിനും എതിരാണ്. ഭൂരിപക്ഷം മുസ്ലിങ്ങളും മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായിട്ട് ജനിച്ചത് കൊണ്ട് മാത്രം ഇസ്ലാം, അതല്ലെങ്കിൽ ഹിന്ദു, അതല്ലെങ്കിൽ ക്രിസ്ത്യൻ, എല്ലാം മതി, അവരുടെ മാതാപിതാക്കളിലൂടെ ലഭിക്കുന്നതാണ് അവർക്ക് ആ മതം. അവരെ പ്രമാണങ്ങൾ എന്തു പറയുന്നു എന്ന് നോക്കി ജീവിക്കുന്നവരല്ല. മുമ്പ് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് സുന്നി സംഘടന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ്, സുഡാപ്പികള്, തബ്ലീഗ് ജമാഅത്ത്, തൗഹീദ് ജമാഅത്ത്, അഹ്ലെ ഖുർആൻ, അഹ്ലെ ഹദീസ്, അഹമ്മദിയാക്കള്, സൂഫികൾ, അങ്ങനെ വ്യത്യസ്തമായ സംഘടനാ വിഭാഗങ്ങളായിട്ട് മാറി. അവർക്ക് എല്ലാവർക്കും വ്യത്യസ്തമായ ആശയധാരകളാണ്. മതത്തിലെ നല്ല കാര്യങ്ങൾ ഒരു പ്രയോജനവുമില്ലാതെ ആവർത്തിക്കപ്പെടുന്ന നമസ്കാരം ചിലരൊന്നും അംഗീകരിക്കുന്നില്ല, ആർക്കും ഗുണമല്ല. കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദ് പറഞ്ഞു കേട്ടില്ല, വയനാട്ടിലെ ദുരന്തത്തിൽ നിങ്ങൾ എന്താർക്ക് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്താലും, അവർക്ക് ഭക്ഷണം നൽകിയാലും, അവർക്ക് ജീവൻ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി മുങ്ങി മരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരെ രക്ഷപ്പെടുത്തിയാലും അതൊന്നുമല്ല കാരുണ്യ പ്രവർത്തനങ്ങൾ. അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്നതാണ് കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞില്ല. ഈ ആശയത്തിൽ നിന്നും വിഭിന്നമായി ചിന്തിക്കുന്നവരാണ് ഈ പ്രമാണങ്ങളെ അറിയാത്ത മുസ്ലിങ്ങൾ. ഉച്ചയും കുത്തി മറിയ, പിൻഭാഗം പൊക്കാൻ ഒരിടം പറഞ്ഞ് നിർമ്മല കോളേജിൽ ഒരു പ്രതിഷേധം. വല്ല കാര്യമുണ്ടോ ഇതിനൊക്കെ? ഒരു കാര്യവുമില്ല. സ്വന്തം ശരീരത്തെ പീഡിപ്പിക്കുന്ന നോമ്പ്, ദാരിദ്ര്യവും പട്ടിണിയും അറിയാൻ വേണ്ടിയിട്ട് പട്ടിണി കിടക്കണമെന്നുണ്ടോ? മാതാപിതാക്കളിൽ ഇല്ലാത്ത ദുഃഖം അറിയാൻ ഇവരെന്തോ ചെയ്യും? മാതാപിതാക്കളെ കൊല്ലോ? ക്യാൻസർ പേഷ്യന്റിന്റെ വേദന അറിയാൻ ഇവരെന്തോ ചെയ്യും? അനാഥ മക്കളുടെ വേദന അറിയാൻ എന്തോ? അപ്പൊ ഇതൊക്കെ പ്രാക്ടിക്കൽ അല്ല. കുറച്ച് ആളുകൾക്ക് സമ്പത്ത് അള്ളാഹു കൊടുക്കുക, അള്ളാഹു കൊടുക്കുന്നല്ല, അവർ അധ്വാനിച്ചു കൊടുക്കുന്നതാണ് ഇവരുടെ വിശ്വാസം. അതിൽ നിന്ന് കുറച്ച് പിച്ചത്തുണ്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ പറയുക. അവർക്ക് പഠിച്ചു വിചാരിച്ചാൽ കൊടുക്കാൻ പറ്റൂലേ? ഇവിടെയാണ് 5ാമത്തെ സ്തംഭം. മക്കയിൽ പോയിട്ട് ഹജ്ജ് ചെയ്യുക. അതാരാ ചെയ്യേണ്ടത്? പണമുള്ളവർ. ഒന്ന്, ഹജ്ജിന് പോകണമെങ്കിൽ ലക്ഷങ്ങൾ വേണ്ടേ? ഉംറയ്ക്ക് പോകണമെങ്കിൽ അതുപോലെ ലക്ഷങ്ങൾ വേണ്ടേ? അതൊക്കെ ഇല്ലാത്ത ആളുകൾക്ക് സ്വർഗം വേണ്ടെന്നാണോ? അതായത് പണം കൊടുത്ത് ഹജ്ജിന് പോയി സ്വർഗം വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുവരാം സമ്പന്നന്, ദരിദ്രനോ? ഇതൊക്കെ പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ തലയ്ക്ക് വെളിവുള്ള ആളുകൾ ചിന്തിക്കും. അവർ നമ്മളോട് ചോദിക്കും. ഓരോ വർഷവും ഇസ്ലാമിക സ്ഥാപനങ്ങളിൽ നിന്ന് ഖുർആനും ഹദീസും ഒക്കെ പഠിച്ച് ബിരുദം വാങ്ങി ഇറങ്ങുന്ന ആളുകൾ എത്ര? ഇവരൊക്കെ പ്രമാണങ്ങൾ അറിയാത്തവരല്ല. കേരളത്തിൽ മാത്രമുള്ള മതസ്ഥാപനങ്ങൾ എത്രയാ? ഞാൻ പഠിച്ച അറബി കോളേജിൽ, അവിടെ മാത്രം ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനോടകം പഠിച്ചിറങ്ങിയിട്ടുണ്ട്. അവർ പണ്ഡിതന്മാരാണ്, പണ്ഡിതകളാണ്. ഞങ്ങളെ അവിടെ പഠിപ്പിച്ചത് ഞങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒന്നും ആയിരുന്നില്ല. ബുലൂഗുൽ മറാം, നൂറുൽ യഖീൻ, മദ്രസയിൽ പഠിച്ചത് കുറച്ച് അറബി മലയാളം. ഇതിനകത്തൊക്കെ എന്തുവാണുള്ളത്? 6ാം നൂറ്റാണ്ടിലെ ഗോത്രകാലത്ത് നബിയുടെ അനുചരന്മാരും ചെയ്തതൊക്കെ ഇപ്പൊ പഠിച്ചിട്ട് എന്തോ കാര്യം? കുറച്ച് ഭാഷകൾ പഠിച്ചു. ആർക്കും ഇതിന്റെ പൊരുളുകളൊന്നും അറിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കോ.
അറബി ഭാഷ അറിഞ്ഞാൽ മാത്രമേ ഇസ്ലാമിനെ വിമർശിക്കാൻ പാടുള്ളൂ എന്നൊരു വിഭാഗം ആളുകൾ. ഇപ്പൊ ഒരു സംവാദമൊക്കെ നടക്കാൻ പോവുകയാണ്. ഹീബ്രു ഭാഷ അറിഞ്ഞാലേ ബൈബിളിനെ വിമർശിക്കാൻ പറ്റുള്ളൂ എന്ന് ഇവർ പറയുമല്ലോ. സംസ്കൃതം അറിഞ്ഞാലേ ഭഗവത്ഗീതയെ വിമർശിക്കാൻ പറ്റുള്ളൂ എന്ന് ഇവർ പറയുമല്ലോ. ഈ അറബി ഭാഷകളിൽ എഴുതിയിരിക്കുന്ന അതിൻ്റെ തന്നെ പരിഭാഷകളുണ്ട്. മലയാളം അത് വായിച്ച അത് തന്നെയല്ലേ അറബി. ഇതിലെ ഇവരിറക്കിയതല്ലേ പരിഭാഷകള്. അപ്പോ ഈ പരിഭാഷകള് വായിക്കാൻ അവസരം കിട്ടുന്നത് വരെ മാത്രമേ ഒരാൾക്ക് വിശ്വാസിയായിട്ട് തുടരാൻ പറ്റൂ. കാരണം അത് കഴിയുമ്പോൾ അവർക്ക് തോന്നും, അയ്യോ എന്തുവാ ഇതൊക്കെ, എങ്ങനെ ഇതൊക്കെ അംഗീകരിക്കുന്നത്. മർക്കസിന്റെ സമ്മേളനങ്ങൾ, മുജാഹിദിന്റെ, ജമാഅത്തെ ഇസ്ലാമിയുടെയും തബ്ലീഗിന്റെയും ഒക്കെ സമ്മേളനങ്ങൾ അവർ കാണുമ്പോൾ അവർക്ക് മനസ്സിലാക്കും, ഇത് അന്തപ്പൊട്ടന്മാര്. അറബി കോളേജുകളിൽ കടിച്ചാ പൊട്ടാത്ത അറബി ഭാഷ പഠിക്കും. നമ്മൾ മലയാളികളില്ലേ, കുറേ ഖുർആൻ പരിഭാഷകളുണ്ട്, അതൊക്കെ ഒന്ന് വായിച്ചാൽ മതി, അത് മനസ്സിലാകും നന്നായിട്ട്. ഖുർആനിലെ സ്ത്രീ വിരുദ്ധതകൾ കണ്ടിട്ട് അഭിമാന പുളകിതരാകുന്ന ഒരുപാട് കൃഷിയിടങ്ങളാകുന്ന അപ്പിക്കുപ്പായക്കാരികളുണ്ട്. അവരിൽ ഞാനില്ല. ഖുർആനിലെ മനുഷ്യത്വ വിരുദ്ധതകളും ഇസ്ലാമിലെ സ്ത്രീ വിരുദ്ധതകളും അന്യമത വിരോധങ്ങളും ഒക്കെ ശരിയാണ് എന്ന് അംഗീകരിക്കുന്ന ആളുകളാണ് ശരിയായ മുസ്ലിങ്ങൾ. അതായത് ഞാൻ മതം പഠിച്ച് വിശ്വാസിയായി ജീവിച്ചത് ഇസ്ലാമിക പ്രമാണങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ് എന്ന് വിശ്വസിച്ച് പഠിച്ചും പഠിപ്പിച്ചും ജീവിതത്തിൽ പകർത്തിയും തന്നെയാണ്. അന്നൊക്കെ ഞാൻ ശരിയായ ഒരു മുസ്ലിം ആയിരുന്നു. ആ ഇസ്ലാം വിട്ടപ്പോൾ കറകളഞ്ഞ യുക്തനുമായി. കാപഠ്യമില്ല. സത്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ തുറന്നു പറയാൻ തയ്യാറായി. എനിക്ക് അതൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും ഖുർആൻ പഠിപ്പിച്ച് ജീവിക്കാമായിരുന്നല്ലോ. ഇഷ്ടംപോലെ സുഖ സൗകര്യങ്ങൾ ലഭിക്കുമായിരുന്നല്ലോ. ഇന്നിപ്പോ താണ്ടെ പല കപടന്മാരെ നമ്മൾ കാണുന്നില്ലേ സംവാദത്തിന്. അതുപോലെ എനിക്കിന്ന് പലരെയും വെല്ലുവിളിച്ച് വാചാലത കൊണ്ട് അവരെയൊക്കെ നേരിട്ട് ഇസ്ലാമിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കാമായിരുന്നു, ആ കാപട്ടി മനസ്സിൽ സൂക്ഷിച്ചിരുന്നെങ്കിൽ. പക്ഷേ മനസ്സാക്ഷിയെ വഞ്ചിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ആ മതത്തെ എനിക്ക് വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചത്. പലരും മുസ്ലിം പ്രീണനം മറയാക്കി കൊണ്ട് നടക്കുന്ന ആളുകളാണ്. കുറച്ച് മൈൽഡായിട്ട് വിമർശിച്ചാൽ മതി. പറയേണ്ടുന്ന രൂപത്തിൽ പറയും. ചിലപ്പോൾ എൻ്റെ ശൈലി ഇങ്ങനെയായിരിക്കും, അതുകൊണ്ട് കേൾക്കുന്നവർക്ക് ഒരു വിഷമം ഉണ്ടാകുമായിരിക്കും. ചിലർ വിചാരിക്കുന്നത് നമുക്ക് മാത്രമേ ഖുർആനും ഹദീസും അറിയൂ, മറ്റവരൊക്കെ എന്തൊക്കെയോ ഒന്നും അല്ലാത്തവരാണ്, നമ്മളൊക്കെ വലിയ സംഭവങ്ങളാണ്, വർഷങ്ങൾ എടുത്തിട്ട് പഠിച്ചതാണെന്ന് ഈ കിതാബുകളൊക്കെ. പിന്നീടാണ് മനസ്സിലാക്കിയത്, അയ്യോ ഇതുകൊണ്ട് എന്താ കാര്യം. ഇപ്പം എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം ഒരു വലിയ സമൂഹത്തിന് ഉദ്ബോധനം കൊടുക്കാൻ ഈ ഗ്രന്ഥത്തിനകത്ത് ഇതൊക്കെയാണുള്ളത് എന്ന് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമല്ലോ. ചിലർ വിചാരിക്കുന്നത് ഞാനില്ലെങ്കിൽ ഇസ്ലാമിനെ വിമർശിക്കാൻ ആരുമില്ല എന്നാണ്. അങ്ങനത്തെ ഭാവമൊന്നും എനിക്കില്ല. എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കി തുറന്നു പറയണം. ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുന്നവരാണെങ്കിലും ഇസ്ലാമിനെ വിമർശിച്ച് പറയുന്നവരാണെങ്കിലും ശരി, ഉൾക്കൊള്ളാൻ ജനങ്ങളുണ്ട്. എല്ലാ ആളുകൾക്കും ഫാൻസ് ഉണ്ടല്ലോ. അപ്പോ നമ്മുടെ അഹംഭാവം, എൻ്റെ മതം മാത്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മതം, എൻ്റെ മതം മാത്രമാണ് എന്തോ വലിയ സംഭവം എന്നുള്ള വിശ്വാസമുണ്ടല്ലോ, അത് തൽക്കാലം നമുക്കൊന്ന് എടുത്തു മാറ്റേണ്ടിയിരിക്കുന്നു. ഞാൻ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം ഈ ഹജ്ജ് ഇസ്ലാമിൻ്റെ സ്തംഭങ്ങളാണ്. അതായത് സമ്പത്തുള്ളവർ, ആരോഗ്യമുള്ളവർ നിർബന്ധമായും മക്കയിൽ പോയി ഹജ്ജ് ചെയ്യണം. അത് ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട 5 സ്തംഭങ്ങളിൽ 5ാമത്തെ സ്തംഭമാണ്. എല്ലാവരും പോകണമെന്നല്ല, കഴിവുള്ളവൻ, സമ്പത്തുള്ളവൻ, ആരോഗ്യമുള്ളവൻ. ഇപ്പൊ യൂട്യൂബ് ഹാജിയെ പോലെ ആൾക്കാരെ പറ്റിച്ചിട്ട് ഹജ്ജിന് പോയിട്ട് പണ്ഡിതന്മാരായിട്ട് ചമഞ്ഞ് ആൾക്കാരെ കൊണ്ട് കയ്യും കാലം പിടിച്ച് മുത്തിപ്പിക്കുന്ന അങ്ങനത്തെ ഊത്തുബോളികളല്ല. പറ്റുന്നവൻ പോയാൽ മതി. യാത്രാ സൗകര്യങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി വേണം പോകാൻ. ഇത് ശരീരത്തെ പീഡിപ്പിച്ചിട്ടും അങ്ങനെയൊന്നും പോകുന്നതല്ല. അതുപോട്ടെ, അതൊക്കെ പ്രത്യേകിച്ച് ഓരോ ലക്ഷ്യങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ഒരു പെൺകുട്ടി മുമ്പ് ഒരു പോസ്റ്റ് എഴുതിയിരുന്നു, ഉംറ ചെയ്യുന്നതിനിടയിൽ ഞാൻ 3 തവണ പീഡിപ്പിക്കപ്പെട്ടു. ആ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഉസ്താദ്, നിങ്ങൾക്കൊക്കെ അറിയുന്ന ആളാണ് അബ്ദുസമദ് പൂക്കോട്ടൂർ. പ്രധാനപ്പെട്ട ഒരു മുസ്ലിം പുരോഹിതനാണ്. പല വിഷയങ്ങളിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞ് വിവാദത്തിലേക്ക് ഇടം നേടിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. നമുക്ക് അദ്ദേഹം ഈ ഹജ്ജിനെ കുറിച്ചും ഉംറയെ കുറിച്ചും പറയുന്നുണ്ട്. ഭർത്താവ് ഗൾഫിൽ നിൽക്കുമായിരിക്കും. ഭാര്യയ്ക്ക് ഹജ്ജിന് പോകാനും ഉംറയ്ക്ക് പോകാനും ഒക്കെ വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കും. ഉസ്താദിൻ്റെ കൂടെ പോകും. അവസാനം ഉസ്താദ് താത്തായി ഒന്ന് ഉപ്പ് നോക്കും. ഇത് പൂശാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അവർക്ക് കൂടുതൽ
അമലുകൾ ചെയ്യാൻ, അതായത് ആരാധനകളിൽ കൂടുതൽ തവാഫ് ചെയ്യാൻ, കൂടുതൽ പ്രാർത്ഥിക്കാൻ, മക്കയോട് അടുത്ത് നിൽക്കാൻ, അതിനൊക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. ഇതൊക്കെ വല വീശി പിടിക്കുന്നതിൻ്റെ തുടക്കമാണ്. താത്തമാരും വിചാരിക്കും ലവന്മാര് ഗൾഫിലാണ്, ഒരു ഇച്ചിരി സുഖമല്ലേ, എന്തിനാ കളയുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാകുമായിരിക്കും എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഉസ്താദിന്റെ വാക്കുകളൊന്ന് കേൾക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, മദീനയിൽ നിന്നും എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബദറുദ്ദീൻ നിർബന്ധിച്ചതുകൊണ്ടാണ് ഈ വോയിസ് ക്ലിപ്പ് തയ്യാറാക്കിയത്. പരിശുദ്ധ ഹജ്ജ്, ഉംറ എന്നിവയുടെ പവിത്രത ആരെയും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ രംഗം ഇന്നൊരു കച്ചവട മേഖലയായി മാറിയപ്പോൾ ഒരുപാട് ചൂഷണങ്ങളും അതുപോലെ തന്നെ അതിന്റെ മറവിൽ കുറെ വൃത്തികേടുകളും നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ചില വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്നാൽ ഈ രംഗത്ത് ആത്മാർത്ഥമായി സേവനം ചെയ്യുന്നവരും നല്ല രീതിയിൽ ഈ രംഗം ഇതെങ്ങനെയാ മനസ്സിലാക്കുക? ആത്മാർത്ഥമായി സേവനം ചെയ്യുന്നവരെയും അല്ലാത്തവരെയും നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുക? ഈ പെണ്ണുങ്ങളെ കൊണ്ടുപോയി ഇവന്മാര് ലോഡ്ജില് ഇവന്മാരുടെ കാമപൂർത്തീകരണത്തിന് ഉപയോഗിക്കുമ്പോൾ പെണ്ണുങ്ങൾ ഇത് വന്ന് പുറത്തു പറയില്ലല്ലോ, പറഞ്ഞാ ജീവിതം പോയില്ലേ? എന്തിനാണ് ഇവരെ ഇവന്മാര് കൊണ്ടുപോകുന്നത്? സ്വർഗം വാങ്ങി കൊടുക്കാൻ, അതുവരെയുള്ള പാപങ്ങൾ മുഴുവനും പൊറുക്കാൻ. ഈ ഉംറയ്ക്ക് കൊണ്ടുപോകുന്ന, ഹജ്ജിന് കൊണ്ടുപോകുന്ന ഉസ്താദുമാര് തന്നെ ഇങ്ങനെ ചെയ്യുമ്പോ ഇവരുടെ കൂടെ പോകുന്ന ആളുകൾക്ക് എത്രമാത്രം ഇസ്ലാമിൽ വിശ്വാസമുണ്ടാകും? അവര് ചെയ്യുന്ന ഇത്തരം കർമ്മങ്ങളിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ടാകും? മലയാളം പോലും എഴുതാൻ അറിയാത്തവന്മാര് വന്നിട്ട് ചീത്ത വിളിക്കുകയാണേ, അതുപോലും അക്ഷരത്തെറ്റാണ്. ശരി, ആത്മാർത്ഥമായി സേവനം ചെയ്യുന്നവരും നല്ല രീതിയിൽ ഈ രംഗം കൈകാര്യം ചെയ്യുന്നവരും അതുവഴി ഒരുപാട് ആളുകൾക്ക് ഈ പുണ്യഭൂമിയിൽ എത്തുവാനും കർമ്മങ്ങൾ നിർവഹിക്കുവാനും സഹായം ചെയ്യുന്നവരുമായ ഏജൻസികളുണ്ട്. അത്തരം ഏജൻസികളെയും അമീർമാരെയും വേദനിപ്പിക്കാനല്ല ഇങ്ങനെ ഒരു വോയിസ് ക്ലിപ്പ് തയ്യാറാക്കുന്നത്. അവർ ക്ഷമിക്കണം. അള്ളാഹു അവർക്ക് ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ, അവരുടെ പ്രവർത്തനങ്ങൾ തുടരട്ടെ. എന്നാൽ ഇന്ന് ഏതെങ്കിലും ഒരു അമീറിനെ എവിടെ നിന്നെങ്കിലും കണ്ടെത്തി വേഷത്തിലും സംസാര വൈഭവത്തിലും അയാൾ മുൻപിലാണെങ്കിൽ യാതൊരു തരത്തിലും തക്കവയില്ലെങ്കിൽ പോലും സൂക്ഷ്മതയില്ലെങ്കിൽ പോലും അയാളെ അമീറാക്കി ആളുകളെ ക്യാൻവാസ് ചെയ്തൊരു സമീപനമാണ് പല ട്രാവൽ ഏജൻസികളും സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളുടെ കയ്യിൽ നിന്നും പരിശുദ്ധ മക്കയിലെത്തിയാൽ ചൂഷണ മനോഭാവങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് അനുഭവ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുകയുണ്ടായി. അതിന്റെ പശ്ചാത്തലത്തിൽ നാം വളരെ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ സൂചിപ്പിക്കുന്നത്. ചൂഷണ മനോഭാവം പവിത്ര ഭൂമിയിലാകുമ്പോൾ അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് ചിന്തിക്കാൻ പോലും ഇത്തരം അമീർമാർ മുന്നോട്ട് വരുന്നില്ല. ഈയിടെ വാട്സപ്പിൽ ഒരു കുടുംബം തകർന്ന കഥ വന്നിരുന്നു. അവിടെ ഒരു കാര്യം കൂട്ടിച്ചേർത്ത് പറയട്ടെ. ഏത് നിലക്കാണ് ഈ വാട്സപ്പിൽ ഈ കരഞ്ഞുകൊണ്ട് ഈ സംഗതി സമൂഹത്തോട് പറഞ്ഞ സുഹൃത്ത് തന്റെ ഭാര്യയെ ഒരു അമീറിന്റെ കൂടെ പറഞ്ഞയച്ചത്? ആ അമീറിന്റെ പൂർവ്വകാല ചരിത്രം അയാൾ പരിശോധിച്ചിരുന്നോ? ഏത് നിലയിലാണ് മക്കയിൽ ചെന്ന ശേഷം ജബലുർ റഹ്മ കയറുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ജബലുന്നൂർ കയറുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇറാ ഗുഹയിൽ പോകുന്നതിന് വേണ്ടി തന്റെ ഭാര്യയെ ഇയാളുടെ കൂടെ അയച്ചത്? കുട്ടിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങി പിന്നീട് ഇയാൾ ഒരു വാട്സപ്പ് നമ്പർ സൃഷ്ടിച്ചുകൊണ്ട് ഈ സ്ത്രീയുമായി ചാറ്റ് ചെയ്ത് കുടുംബബന്ധം തകർത്തു എന്ന് കരഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്ന ഈ സുഹൃത്ത് എന്ത് അടിസ്ഥാനത്തിലാണ് തന്റെ ഭാര്യയെ ഒറ്റയ്ക്ക് വിട്ടത്? ഇസ്ലാമിക സമൂഹത്തിന് സ്ത്രീ പുറത്തിറങ്ങണമെങ്കിൽ നിയമങ്ങളും നിബന്ധനകളും ഉണ്ട്. മഹറമിന്റെ കൂടെ അല്ലാതെ എന്തിന് ഈ സ്ത്രീ അയച്ചു? ഇസ്ലാമിക നിയമപ്രകാരം ഹജ്ജ് ഉംറ കർമ്മങ്ങൾ നിർബന്ധമാണെങ്കിൽ ഒരു സ്ത്രീക്ക് സ്വാഭാവികമായും വിശ്വസ്തകളായ സ്ത്രീകളുടെ കൂടെ പോകാം എന്ന അനുമതി പരിശുദ്ധ ശറയിൽ ഉള്ളത് കൊണ്ട് അതിന്റെ മറവിൽ സുന്നത്തായ ഉംറക്ക് പോലും കൂടെ മഹറമില്ലാതെ ധാരാളം സ്ത്രീകൾ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അമീർമാർ ഇവരെ ചൂഷണം ചെയ്യുന്ന അവസ്ഥ തീർച്ചയായും മുന്നിൽ കണ്ടുകൊണ്ട് ഇതിന് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത് സ്വാഭാവികമായും അതാത് സ്ത്രീകളുടെ ഉത്തരവാദപ്പെട്ട ആളുകളാണ്. നമ്മുടെ ഉമ്മമാരോ, നമ്മുടെ നാട്ടില് ഒരു പട്ടിക്ക് പേ പിടിച്ചാൽ പട്ടിയെയാണ് പൂട്ടിയിടുക, അല്ലെ? ഇത്തരം കാമഭ്രാന്തന്മാരെ പൂട്ടിയിടേണ്ടതിന് പകരം ഇവരെന്താ പറയുന്നേ? മനസ്സിലായ? അംഗന്മാരോ ഭാര്യമാരോ ഈ വിധം തോന്നിയ പോലെ ഉമ്രക്ക് പോകുന്ന അവസ്ഥ സൃഷ്ടിച്ചെടുത്തത് നമ്മൾ തന്നെയാണ്. പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്ന സുഹൃത്തുക്കൾ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ പലപ്പോഴും ഏതെങ്കിലും ട്രാവൽസിൽ പണം ഏൽപ്പിച്ച് എന്റെ ഭാര്യ അങ്ങോട്ട് ഉമ്രക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഒരു അമീറിന്റെ കീഴിൽ ഈ സ്ത്രീ വരികയും നിങ്ങളൊരു പക്ഷേ 1-2 ദിവസം അവരെ കാണാൻ പോവുകയും ഈ അമീറും നിങ്ങളുടെ ഭാര്യയുമായി ഒറ്റയ്ക്ക് ജബലുന്നൂർ കയറുവാനും അതുപോലെ തന്നെ ഈ ഗ്രൂപ്പ് ഒരുപാട് ഉമ്ര ചെയ്യിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഉസ്താദ് എനിക്ക് ഒരുപാട് അമൽ ചെയ്യാൻ അവസരം തന്നിട്ടുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഈ സ്ത്രീയുമായി അടുക്കുകയും അത് അവിഹിത ബന്ധത്തിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഒരു പരിധി വരെ നമ്മൾ അനുവദിക്കുന്നത് കൊണ്ടാണ് എന്ന് ഈ സ്ത്രീകളുടെ രക്ഷിതാക്കളാണ് തിരിച്ചറിയേണ്ടത്. സ്ത്രീകളുടെ ഭർത്താക്കന്മാരും ബന്ധപ്പെട്ടവരുമാണ് തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെ സ്ത്രീകളെ അയക്കുന്ന ആളുകൾ വളരെയധികം സൂക്ഷ്മതയും ശ്രദ്ധയുമുള്ള അമീർമാരെ കൂടെ മാത്രമേ പറഞ്ഞയക്കാവൂ എന്ന പാഠമാണ് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ സൂക്ഷ്മതയുള്ള ഹജ്ജിന് കൊണ്ടുപോകുന്ന അമീർമാരെ തിരഞ്ഞെടുക്കുന്നതിന്റെ മാനദണ്ഡം എന്താ? ഇതിനു മുമ്പ് അവര് പീഡിപ്പിച്ചിട്ടുണ്ടോ നോക്കണം, അല്ലെ? ഏതെങ്കിലും സ്ത്രീകള് ഇയാളുടെ ഗ്രൂപ്പിൽ പോയിട്ട് പീഡിപ്പിക്കപ്പെട്ടോ എന്ന് അറിയണോ, അല്ലെ? അപ്പൊ ഇയാളുടെ കൂടെ മുമ്പ് പോയിട്ടുള്ള സകലമാന പെണ്ണുങ്ങളുടെയും വീടുകൾ കയറി ഇറങ്ങി അവരെ ഇന്റർവ്യൂ ചെയ്തിട്ട് വേണം
ഹജ്ജിനും ഉംറയ്ക്കും പോകാൻ ഒരു ഉസ്താദിനെ തിരഞ്ഞെടുക്കാൻ. അടിപൊളി മദ്രസ ബുദ്ധിയാണേ. ഈ ഗ്രൂപ്പ് നടത്തുന്നവർക്ക് ഇതിൽ വലിയ ഉത്തരവാദിത്തമുണ്ട്. ഒരു അമീറിനെ തെരഞ്ഞെടുക്കുമ്പോൾ അയാളുടെ പൂർവ്വകാല ചരിത്രം പരിശോധിച്ച് കേവലം അയാളുടെ വാക്കുകളിലുള്ള വൈഭവമോ അയാളുടെ രൂപഭാവത്തിലുള്ള മഹാത്മ്യമോ നോക്കാതെ അയാളുടെ ഉള്ളിൽ തക്കുവയുണ്ടോ എന്ന് ഏകദേശം അറിയാൻ എങ്ങനെ സാധിക്കുമെന്ന് പരിശോധിച്ച ശേഷം അയാളുടെ പൂർവ്വകാല ചരിത്രം പഠിച്ചിട്ട് അത്തരം ഒരാളെ അമീറാക്കാവൂ. അല്ലാത്തവർ അമീറായതിന്റെ ദുരന്തഫലം പലപ്പോഴും നമുക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മക്കയിൽ ചെന്ന് ഉംറ സമയത്ത് താമസിക്കുന്ന പല സ്ത്രീകളെയും കാണാൻ ബന്ധുക്കൾ എന്ന പേരിൽ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ആളുകൾ വരിക, അവരിവരെ കൂട്ടിക്കൊണ്ട് ഷോപ്പിങ്ങിന് പോവുക, ബന്ധുവാണ്, നാട്ടുകാരനാണ്, അയൽവക്കക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിദ്ദയിലേക്ക് അവരെ കൊണ്ടുപോവുക. ഇത് ഏതടിസ്ഥാനത്തിലാണ് കൊണ്ടുപോകുന്നത്? മഹറമല്ലാത്ത വിവാഹബന്ധം നിഷിദ്ധമല്ലാത്ത ആളുകളുടെ കൂടെ ഈ പെണ്ണ് പുണ്യഭൂമി വെച്ച് ഇറങ്ങി പുറപ്പെടുമ്പോൾ അവളുടെ ദീനും നഷ്ടപ്പെടുന്നു, ഒരുപക്ഷെ ദുന്യാവും നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകും. കുടുംബം തകരും. അനുഭവങ്ങൾ ധാരാളമുണ്ടല്ലോ. ഇനിയും നമുക്ക് പാഠം പഠിക്കാനായിട്ടില്ലേ? നാട്ടുകാരെന്ന പേരിലും ബന്ധുക്കൾ എന്ന പേരിലും വരുന്ന ഇത്തരം ആളുകളുടെ കൂടെ ഒറ്റയ്ക്ക് എങ്ങനെ ഒരു സ്ത്രീ ഇറങ്ങി പുറപ്പെടും? അതൊരിക്കലും ഗ്രൂപ്പ് നടത്തുന്നവർ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. അമീർമാർ പോലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. അവിടെയൊക്കെ നിയന്ത്രണം ആവശ്യമാണ്. പൊതുവെ സ്ത്രീകൾക്ക് എന്റെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഹജ്ജ് ഉംറ വേളകളിൽ ലജ്ജ നഷ്ടപ്പെടുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അവർ വീട്ടിൽ ഒതുങ്ങി കഴിയുന്നിടത്ത് ഒരു യാത്ര ചെയ്ത് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ പള്ളിയിൽ ജുമാക്ക് പോലും ജമാഅത്തിന് പോകലും ഒക്കെയായി പുതിയൊരു ലോകം അവർ തുറക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്വാതന്ത്ര്യം കിട്ടിയെന്നൊരു തോന്നൽ സ്വാഭാവികമായി അവരുടെ മനസ്സിൽ വരും. വീട്ടിൽ ഒതുങ്ങി ജീവിച്ചിരുന്ന സ്ത്രീകൾ. അപ്പൊ പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ കുഴപ്പമാണെന്നാണ് പറഞ്ഞു വരുന്നത്. ഹജ്ജിനും ഉംറയ്ക്കും ഒക്കെ പുറത്തിറക്കുന്നത് കൊണ്ടാണല്ലോ പെണ്ണുങ്ങൾ ഇങ്ങനെ ആണുങ്ങളുടെ പിന്നാലെ പോകുന്നത്. അതുകൊണ്ട് വീട്ടിലെത്തിക്കോണം. ശരി. അങ്ങാടികളിലൂടെ സഞ്ചരിച്ച് ഒരു പൊതുവായ യാത്രയായി ഇതിനെ കണക്കാക്കി എവിടേക്കും പോകാം, എന്ത് സ്വാതന്ത്ര്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊരു മനോഭാവത്തിലേക്ക് വരികയും പുരുഷന്മാരുമായി പരസ്യമായി ഇടപഴകുകയും സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ പരിധി ലംഘിച്ചുകൊണ്ട് പുരുഷന്മാരെ പോലെ സ്ത്രീകൾ പെരുമാറുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് സത്യത്തിൽ ഈ കർമ്മവേളയിൽ സ്ത്രീകൾ മാറുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇഹ്റാം ചെയ്ത ഒരു സ്ത്രീ മുഖം തുറന്നിടേണ്ടവളാണ്. അതുകൊണ്ട് തന്നെ മുഖം തുറന്നിട്ടുകൊണ്ടുള്ള സ്ത്രീകളാണ് മത്താഫിൽ വരുന്നത്. സ്ത്രീയും പുരുഷനും ഒട്ടിച്ചേർന്നുകൊണ്ടാണ് തവാഫ് ചെയ്യുന്നത്. എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു അമൽ നമ്മുടെ മുമ്പിൽ വെച്ചു? അത് നമ്മളെ പരീക്ഷിക്കുകയാണ്. അള്ളാഹ് എല്ലാം അറിയുന്ന പഠിച്ചവൻ എന്തിനാ ഉസ്താദെ പരീക്ഷണം? പെണ്ണ് മുഖം തുറന്നിട്ടാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പഠിച്ചവൻ അറിയില്ലേ? പിന്നെ എന്തിനീ പഠിച്ചവന് പരീക്ഷണം? അങ്ങനെയാണെങ്കിൽ മക്കയിലാണും പെണ്ണും ഇടകലർന്നിട്ടുള്ള തവാഫ് നിങ്ങൾക്ക് അങ്ങ് നിരോധിച്ചൂടെ? അതിനെതിരെ പ്രതിഷേധ സമരമൊക്കെ സംഘടിപ്പിച്ചൂടെ? നിർമ്മല കോളേജിൽ പിൻഭാഗം പൊക്കാൻ ഒരിടം എന്ന് പറഞ്ഞ് പ്രതിഷേധമുണ്ടാക്കിയ കുട്ടികളെയൊക്കെ സംഘടിപ്പിച്ചിട്ട് കഅബയിൽ ഇനി മുതൽ ആണും പെണ്ണും മിക്സ് ചെയ്തിട്ടുള്ള തവാഫ് വേണ്ട, ആ രൂപത്തിലുള്ള ഹജ്ജും ഉംറയും നിരോധിക്കണമെന്ന് പറഞ്ഞു നിങ്ങൾക്കൊരു നിവേദനമൊക്കെ കൊടുത്തൂടേന്നേ? പരിശുദ്ധ കഅബാലയത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പരസ്പരം ശരീരം ചേർന്ന് ഒരു തിരക്കുള്ള ബസ്സിൽ ആണും പെണ്ണും എങ്ങനെയാണോ യാത്ര ചെയ്യുന്നത് ഒട്ടിച്ചേർന്നുകൊണ്ട് എന്ന പോലെയാണ് മത്താഫിൽ തിരക്കുള്ള സമയത്ത് നമ്മൾ തവാഫ് ചെയ്യുന്നത്. അവിടെ ഏത് സ്ത്രീയുടെയും മുഖം തുറന്നിട്ടിരിക്കുന്നു, പുരുഷൻ പൂർണ്ണമായ വസ്ത്രം ധരിച്ചിട്ടില്ല, പരസ്പരം ശരിക്ക് കാണുവാൻ അവസരമുണ്ട്. ഇത്തരം ഒരു പ്രത്യേക സാഹചര്യത്തിൽ പോലും മനുഷ്യന്റെ മനസ്സ് പതറാതെ കഅബയുടെ നാഥനെ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു ദുശ്ചിന്തയും മനസ്സിൽ വരാതെ അള്ളാഹുവിന്റെ കഅബ ഇഖ്ലാസോടുകൂടി തവാഫ് ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നാണ് പടച്ചറബ് പരീക്ഷിക്കുന്നത്. ആ പരീക്ഷണത്തിൽ വിജയിക്കുക നമ്മൾ വേണ്ടത്. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീ പുരുഷന്റെ ശരീരം കണ്ടാൽ പെണ്ണ് വീഴുമോ എന്ന് പടച്ചോനറിയില്ല. പരീക്ഷിച്ചു നോക്കുക. പെണ്ണിന്റെ മുഖം കണ്ടാൽ പുരുഷൻ ഉദ്ധാരണം ഉണ്ടാകുമോ എന്ന് പടച്ചോനറിയില്ല. അത് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ രണ്ട് മാനദണ്ഡങ്ങളിൽ ഹജ്ജ് ചെയ്യാൻ പറഞ്ഞു. അത് പറഞ്ഞപ്പോഴല്ലേ നമുക്ക് കാര്യം മനസ്സിലായത്. ഒരു ദിവസം ഹജ്ജ് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒരു ദിവസം തവാഫ്, പുരുഷന്മാർക്ക് മറ്റൊരു ദിവസം തവാഫ് എന്ന രീതിയിൽ നിയന്ത്രിക്കാമായിരുന്നല്ലോ. അല്ലെങ്കിൽ ഹജ്ജ് രണ്ടാക്കിയിട്ട് പുരുഷന്മാരുടെ ഹജ്ജ് കൊല്ലത്തിൽ ഒരു വർഷവും സ്ത്രീകളുടെ ഹജ്ജ് മറ്റൊരു വർഷവും, അതുപോലെ ഉംറ സ്ത്രീകൾക്ക് പ്രത്യേക സമയത്തും പുരുഷന്മാർക്ക് പ്രത്യേക സമയത്തും അല്ലാഹുവിനെ സംവിധാനിക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ട് പടച്ചറബ് അങ്ങനെ സംവിധാനിച്ചില്ല? അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതൊരു പരീക്ഷണമാണ്. മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുണ്ടോ എന്ന് പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷണത്തിൽ വിജയിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ആ സന്ദർഭത്തിൽ ഇതിന് നേതൃത്വം കൊടുക്കും. തഖ്വ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത. ഒരു മനുഷ്യനെ സൃഷ്ടിച്ച പടച്ചവൻ മനുഷ്യൻ എന്ത് ചെയ്യണമെന്ന് നേരത്തെ തന്നെ കിതാബിൽ എഴുതി വെച്ചു. എല്ലാ കാര്യങ്ങളും പടച്ചവന്റെ നിയന്ത്രണ പ്രകാരമാണ് നടക്കുന്നത്. നമ്മുടെ ലോകത്ത് ഒരു പഴുത്ത ഇല പോലും അനങ്ങില്ല അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ. ആ പടച്ചവന് നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള സൂക്ഷ്മത ഉണ്ടോ ഇല്ലേ എന്നറിയാൻ ഇങ്ങനെ പെണ്ണിനെ ആണിനെ മിക്സ് ചെയ്ത് കയറൂരി വിടണം. അമീർമാർ തന്നെ വളരെ മോശപ്പെട്ട പ്രവണതയിലേക്ക് പോയാൽ എന്താണ് നമ്മളെ കുറിച്ച് മറ്റു മതസ്ഥരും അതുപോലെ തന്നെ നമ്മുടെ സമുദായം മനസ്സിലാക്കുക? അതുകൊണ്ട് എന്റെ ഗ്രൂപ്പ് കൂടുതൽ ഉംറ ചെയ്യിച്ചു, എന്റെ ഗ്രൂപ്പ് കൂടുതൽ സിയാറത്ത് ചെയ്യിച്ചു എന്ന ഖ്യാതി നേടാൻ വേണ്ടി ഇങ്ങനെ സ്ത്രീകളെ കൂട്ടിക്കെട്ടിക്കൊണ്ടുപോകുന്ന അവസ്ഥയിൽ നിന്നും അമീർമാർ ഒന്ന് ശ്രദ്ധ പുലർത്തി സമുദായത്തിനും ഇസ്ലാമിനും മാനക്കേടുണ്ടാക്കുന്ന അവസ്ഥയിൽ നിന്ന്, അന്യ മതസ്ഥർക്കിടയിൽ പോലും നമുക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒന്ന് ഈ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒന്ന് ചിന്തിക്കണമെന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. എല്ലാവർക്കും ഇത് ബാധകമല്ല. വളരെ സൂക്ഷ്മാലുക്കളായ അമീർമാരെ എനിക്ക് തന്നെ പരിചയമുള്ള ധാരാളം ആളുകളുണ്ട്. അവർ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ പരിധി ലംഘിക്കാതെ. അപ്പൊ ഇനിയും ഏതെങ്കിലും ആൾക്കാർക്ക് പെണ്ണുങ്ങളെ, ഭാര്യമാരെയോ മക്കളെയോ ഉമ്മമാരെയോ ഒക്കെ ഉംറയ്ക്ക് വിടണമെങ്കിൽ ഉസ്താദിനെ സമീപിക്കുന്നത് ഒരു പരസ്യം കൂടിയാണ്. കാരണം മര്യാദയ്ക്ക് കൊണ്ടുപോയി ഡിങ്കോ ഡാൽഫി ഒന്നും ചെയ്യാതെ കളിക്കാതെ അവരെ തിരിച്ച് ഭദ്രമായിട്ട് ഉംറയൊക്കെ ചെയ്ത് ഹജ്ജൊക്കെ ചെയ്തിട്ട് തിരിച്ചു കൊണ്ടെത്തിക്കുന്ന ഉസ്താദുമാർ ആരാണ് എന്നറിയണമെങ്കിൽ അബ്ദുൽ സമദ് പൂക്കോട്ടൂരിനെ സമീപിക്കണം. ഓരോ
ഇത് പിടിച്ചു കൊടുക്കുമ്പോഴും ഓരോ ആളെ ഉംറയ്ക്ക് ഓരോ സീറ്റ് പിടിച്ചു കൊടുക്കുമ്പോഴും കമ്മീഷൻ വേറെ ഉണ്ടാവും. ശരി, ഇതൊരു പരസ്യം പരമാവധി മറപാലിച്ചുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് പോകുന്നുണ്ട്. ആ സമീപനമാണ് നമ്മളൊക്കെ സ്വീകരിക്കേണ്ടത്. ഇവിടെ ഏതെങ്കിലും ഒരാൾ ചെയ്യുന്ന പ്രവർത്തനം മൊത്തത്തിൽ ഈ പണ്ഡിത ലോകത്തിന്, അതുപോലെ തന്നെ നല്ലവരായ അമീർമാർക്ക്, അതുപോലെ ഇത് നടത്തുന്ന ഏജൻസികൾക്ക് അപമാനമായി വരികയാണ്. അള്ളാഹു ഇത്തരം ദുരന്തത്തിൽ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം കേവലം പ്രാർത്ഥന മാത്രം പോലെ പ്രവർത്തനം ഇതിൽ ആവശ്യമാണ്. അമീർമാരും ശ്രദ്ധിക്കണം, അമീർമാരെ തെരഞ്ഞെടുക്കുന്നവരും ശ്രദ്ധിക്കണം, അതിലുപരി സ്ത്രീകളെ ഇങ്ങനെ പറഞ്ഞയക്കുന്നവരും ശ്രദ്ധിക്കണം, സ്ത്രീകളും ശ്രദ്ധിക്കണം. എല്ലാവരും ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഇത്തരം ചൂഷണ അവസ്ഥയിൽ നമുക്ക് മുക്തരാകാൻ കഴിയൂ. പവിത്ര ഭൂമിയിൽ ചെന്ന് പുണ്യം നേടുന്നതിന് പകരം അപകടകരമായ അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതൊരു ഉത്ബോധനമായി സ്വീകരിക്കണമെന്ന അഭ്യർത്ഥനയോടുകൂടി ഈ അപേക്ഷ നിങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. നല്ല രീതിയിൽ ഹജ്ജ് ഉംറകൾ ചെയ്യാൻ പടച്ചിറപ്പ് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എങ്ങനെയുണ്ട്? അപ്പൊ ഹജ്ജിനാണ് ഉംറയ്ക്കാണ് എന്ന് പറഞ്ഞ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത് ഉസ്താദുമാര് സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇവരുടെ ഉള്ളിലുള്ള വിശ്വാസം എന്താ? അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെ കുറിച്ചുമൊക്കെ ഇവരുടെ വിശ്വാസം എന്താണ്? അതിനെ സംബന്ധിക്കുന്ന ഇവര് സ്വർഗം പ്രതീക്ഷിച്ചു പോകുന്നവരാ? അള്ളാഹുവിന്റെ പ്രതിഫലം കാക്ഷിച്ചു പോകുന്നവരാണോ? സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ച് ഉംറയ്ക്ക് പോകുന്നവരാണോ? അല്ല. മുമ്പൊരിക്കല് ഒരു വാർത്ത വന്നിരുന്നു. ഹജ്ജ് കർമ്മത്തിന്റെ ഭാഗമായിട്ട് കഅബയ്ക്ക് ചുറ്റും വലം വയ്ക്കുന്ന സമയത്ത് ലൈംഗിക അതിക്രമത്തിന് ഇരയായതായി സ്ത്രീകളുടെ വെളിപ്പെടുത്തൽ. തനിക്കുണ്ടായ ദുരനുഭവം വിശദീകരിച്ചൊരു പാകിസ്ഥാനി സ്വദേശിയായ സാബിക ഖാൻ എന്ന സ്ത്രീ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് എഴുതി ജനങ്ങളെ അറിയിച്ചു. അതിന് പിന്നാലെ പല ആളുകളും ആ പോസ്റ്റിൽ കമന്റുമായിട്ട് വന്നു, ഞങ്ങൾക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ പറയാൻ ഭയമാണ്. മതമല്ലേ ഇത്? നിങ്ങളുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുമെന്നതുകൊണ്ട് ഷെയർ ചെയ്യാനും തുറന്നെഴുതാനും എനിക്ക് ഭയമുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് നിങ്ങളെ അറിയിച്ചേ മതിയാകൂ, മനസ്സമാധാനത്തിന് വേണ്ടി. അതാണ് സ്ത്രീ നൽകുന്ന സന്ദേശം. കഅബയ്ക്ക് ചുറ്റും തവാഫ് ചെയ്യുന്നതിനിടയിൽ വിചിത്രമായ ചില കാര്യങ്ങൾ നടന്നു എന്നാണ് അവർ പറയുന്നത്. അതെന്റെ 3ാമത്തെ തവാഫായിരുന്നു. എൻ്റെ അരക്കെട്ടിൽ ആരോ കൈവച്ചതായി തോന്നി. ഞാൻ കരുതി ആരോ അബദ്ധത്തിൽ ചെയ്തു പോയതായിരിക്കുമെന്ന്. തീർത്തും ഇത് അവഗണിക്കുകയും ചെയ്തു. പക്ഷെ വീണ്ടും അതേ അനുഭവം ഉണ്ടായപ്പോൾ അതെന്നെ ഏറെ അസ്വസ്ഥയാക്കി. ഞാൻ മുമ്പോട്ട് നടക്കുന്നത് തുടർന്നു. 6ാമത്തെ തവാഫിൽ എന്തോ എൻ്റെ നിതംബത്തിൽ തള്ളുന്നതായി തോന്നി. ഞാൻ മരവിച്ചു പോയി. ബോധപൂർവം ചെയ്തതാണോ എന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. തിക്കും തിരക്കും കാരണം ഞാനത് അവഗണിച്ചു മെല്ലെ നീങ്ങി. ഞാൻ തിരിഞ്ഞു നോക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ തിരക്ക് കാരണം സാധിച്ചില്ല. ഞാൻ യമനി മൂലയിലെത്തിയപ്പോൾ ആരോ എൻ്റെ നിതംബത്തിൽ നുള്ളുകയും പിടിക്കുകയും ചെയ്തു. ഞാൻ അവിടെ നിൽക്കാൻ തീരുമാനിച്ചു. അയാളുടെ കൈ പിടിച്ച് തട്ടിത്തെറിപ്പിച്ചു. അവിടെ നിന്നും നിന്ന് തിരിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. രക്ഷപ്പെടാൻ പോലും സാധിച്ചില്ല. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്നു. എന്താണ് നടക്കുന്നത് എന്നറിയാൻ എന്നാലാവും വിധം തിരിഞ്ഞു നോക്കാൻ ശ്രമിച്ചു. പക്ഷേ ആരാണത് ചെയ്തത് എന്ന് കണ്ടില്ല. കാരണം ലക്ഷക്കണക്കിന് ആളുകളാണല്ലോ കൂട്ടം കൂടി തവാഫ് ചെയ്യാൻ വരുന്നത്. ഞാനാകെ വിഷമിച്ചു. സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. കാരണം ആരുമായിട്ടാണ് ഇത്തരം ഒരു അനുഭവം പങ്കുവയ്ക്കുന്നത്? എൻ്റെ ഉമ്മ ഒഴികെയോ ആരും ഞാൻ പറയുന്നത് വിശ്വസിക്കുകയും ഗൗരവമായി എടുക്കുകയും ചെയ്തില്ല. അതറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ മിണ്ടിയില്ല, പ്രതികരിച്ചില്ല. ഹോട്ടൽ മുറിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഉമ്മയോട് പറഞ്ഞു. അവരാകെ ആശയക്കുഴപ്പത്തിലായി. ഈ സംഭവത്തിന് ശേഷം ഒരിക്കൽ പോലും ഒറ്റയ്ക്ക് അവിടെ പോകാൻ അവരെന്നെ അനുവദിച്ചിട്ടില്ല എന്ന് ആ സ്ത്രീ എഴുതുന്നു. വിശുദ്ധ സ്ഥലങ്ങൾ എന്നറിയപ്പെടുന്ന ഈ മക്കയിൽ പാപങ്ങൾ മൊത്തവും പോയി കഴുകിക്കളഞ്ഞ് പുതിയ ഒരു മനുഷ്യനായി സ്വർഗത്തിന്റെ റിസർവേഷൻ ടിക്കറ്റും ഉറപ്പിച്ച് വരാൻ വേണ്ടിയിട്ട് പോകുന്ന സ്ഥലമാണ്. ഇവിടെയും ഇത്തരം ലൈംഗിക അതിക്രമങ്ങൾ നടക്കുന്നു എന്നും കാമഭ്രാന്തന്മാർ ഉദ്ധരിച്ച ലിംഗവുമായി സ്ത്രീകളുടെ പിന്നാമ്പുറത്തേക്കിട്ട് തള്ളുന്നു എന്നും പറയേണ്ടി വരുന്നത്, അറിയേണ്ടി വരുന്നത്, കേൾക്കേണ്ടി വരുന്നത്, വിമർശിക്കേണ്ടി വരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വേദനാജനകം തന്നെയാണ്. ആ സ്ത്രീ പറയാണ്, ഞാൻ പീഡനത്തിന് ഇരയായത് 1 2 തവണയല്ല, 3 തവണയാണ്. ആ പവിത്ര നഗരത്തിലെ എൻ്റെ എല്ലാ അനുഭവങ്ങളും ഈ അനുഭവം മറയ്ക്കുകയാണ്. കാര്യം തുറന്നു പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളിൽ എത്ര പേർക്ക് സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ സ്ത്രീയുടെ പോസ്റ്റ് അവസാനിക്കുന്നത്.
പിന്നീട് ആ സ്ത്രീ തന്നെ ആ പോസ്റ്റ് വിമർശനങ്ങൾക്കടുത്തപ്പോൾ ഡിലീറ്റ് ചെയ്തു. പിന്നീട് അത് വലിയ രൂപത്തിൽ വാർത്തയായി. പാകിസ്ഥാനിൽ കൂടിയാണല്ലോ സംഭവം നടക്കുന്നത്. പാകിസ്ഥാനി സ്ത്രീയാണല്ലോ എഴുതുന്നത്. മതവികാരങ്ങൾക്ക് മങ്ങലേൽക്കുന്നെന്നും മതമാനങ്ങൾക്ക് വിഘാതം തട്ടുന്നെന്നുമൊക്കെ പറഞ്ഞ സ്ത്രീയെ നിരന്തരം പീഡിപ്പിച്ചപ്പോൾ ആ സ്ത്രീ ആ പോസ്റ്റ് എടുത്തുകൊണ്ട് പോയി. ഈ പോസ്റ്റിനോട് പ്രതികരിച്ച് നിരവധി സ്ത്രീകളാണ് അവർക്കും ഇതേപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തുറന്നു പറഞ്ഞ കമന്റ് ബോക്സിൽ വന്നത്. മക്കയിൽ ഉംറയ്ക്കായിട്ട് പോയപ്പോൾ പലതവണ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊരു യുവതി പറഞ്ഞതായിട്ട് സ്റ്റെപ്പ് ഫീഡ് റിപ്പോർട്ട് ചെയ്തു. കാബയുടെ കിഴക്കേ മൂലയിലുള്ള കറുത്ത കല്ലിലേക്ക് പോകാനുള്ള ക്യൂവില് ഇത്തരം ലൈംഗിക അതിക്രമങ്ങൾ പതിവാണ് എന്നവർ പറഞ്ഞു. നിതംബത്തിൽ പിടിക്കുന്നതും പുരുഷ ലൈംഗിക അവയവം കൊണ്ട് നിതംബം സ്പർശിക്കുന്നതുമെല്ലാം പല തവണ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇവരെ പാപം കഴുകിക്കളയാൻ വേണ്ടി പോകുന്നവരാണോ? സ്വർഗം വാങ്ങാൻ വേണ്ടി പോകുന്നവരാണോ? മനസ്സ് ക്രിസ്റ്റൽ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് പോകുന്നവരാണോ? നമുക്കിതൊക്കെ പറയേണ്ടി വരുന്നതാണ്. ഇനി ഹജ്ജിന് ഇപ്പോൾ അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞല്ലോ, കൊണ്ടുപോകുന്ന ഉസ്താദന്മാരുടെ തക്കുവ നോക്കണം, അവരുടെ സ്വഭാവം നോക്കണം, അവരേത് രൂപത്തിലുള്ള ലീഡർമാരാണ് എന്ന് നോക്കണമെന്ന് പറഞ്ഞു. നമ്മൾ കുറച്ച് നാളെ ആയിട്ടുള്ളൊരു വാർത്ത കണ്ടിട്ട് ഉംറയുടെ മറവില് കരിപ്പൂർ വിമാനത്താവളം വഴി മലദ്വാരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച ഏകദേശം 3 കോടി രൂപ വിലമതിക്കുന്ന 5 കിലോഗ്രാമോളം വരുന്ന സ്വർണം പിടികൂടിയ വാർത്ത. 6 വ്യത്യസ്ത കേസുകളിലായി DRI ഉദ്യോഗസ്ഥര്, അതുപോലെ കോഴിക്കോട് എയർ കസ്റ്റംസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് വലിയ സ്വർണ്ണ വേട്ടയ്ക്കാണ് നേതൃത്വം നൽകിയത്. ഉംറ പാക്കേജുമായിട്ട് പോയതാണ് ഇവര്. ഇതിന്റെ മറവില് ഇവര് കള്ളക്കടത്ത് സംഘങ്ങള് ഇവരുടെ യാത്രാ ചെലവ് വഹിക്കുമെന്നാണ് പിടിയിലായവർ പറഞ്ഞത്. കാരണം ഇവരുടെ മലദ്വാരം എന്താണെങ്കിലും ചുമ്മാ കൊണ്ടുപോകുന്ന ഒരു ആളല്ലേ. ഇതൊക്കെ കുത്തിക്കയറ്റിട്ട് കൊണ്ടുപോയാൽ നിങ്ങളുടെ യാത്രാ ചെലവ് ഞങ്ങൾ തരാം. പിന്നെ മദ്രസ തലങ്ങൾ മുതൽ പിൻഭാഗം വിശാലമാക്കി എക്സ്പീരിയൻസ് നേടിയിട്ടുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഇൻഡിഗോ വിമാനത്തിൽ ജിദ്ദയിൽ നിന്നും ഉംറ തീർത്ഥാടനത്തിന് സൗദി അറേബ്യയ്ക്ക് പോയി വന്ന 4 യാത്രക്കാരിൽ നിന്ന് ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്ന 3455 ഗ്രാം സ്വർണ്ണ മിശ്രിതമടങ്ങിയ 13 ക്യാപ്സൂളുകൾ പിടികൂടിയത്. മലപ്പുറം ഊരകം മേൽമുറി സ്വദേശിയായ വെളിച്ചപ്പാട്ടിൽ ഷുഹൈബ് എന്ന 24-കാരനിൽ നിന്ന് 1064 ഗ്രാം തൂക്കം വരുന്ന 4 ക്യാപ്സൂളുകളാണ് പിടികൂടിയത്. വയനാട് മേപ്പാടി സ്വദേശിയായ ആണ്ടിക്കാടൻ യൂനിസ് അലി എന്ന 34-കാരനിൽ നിന്ന് 1059 ഗ്രാം തൂക്കം വരുന്ന 4 ക്യാപ്സൂളുകൾ പിടികൂടി. പെട്ടെന്ന് പണക്കാരാകാൻ വേണ്ടി ഇവർ പോയി തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങളാണിതൊക്കെ. കാസർഗോഡ് മുലിയടുക്കം സ്വദേശിയായ അബ്ദുൽ ഖാദർ എന്ന 22-കാരനിൽ നിന്ന് 851 ഗ്രാം തൂക്കം വരുന്ന 3 ക്യാപ്സൂളുകൾ. മലപ്പുറം അരിമ്പ്ര സ്വദേശിയായ വെള്ളമാർ തൊടി മുഹമ്മദ് സുഹൈൽ എന്ന 24-കാരനിൽ നിന്ന് 481 ഗ്രാം തൂക്കം വരുന്ന 2 ക്യാപ്സൂളുകൾ. ഇതിവരും മലദ്വാരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചതാണ്. DRI ഉദ്യോഗസ്ഥരും കസ്റ്റംസ് ഉദ്യോഗസ്ഥരും ചേർന്ന് ഇവരെ പിടികൂടി. ഇവരുടെ ഭാവവ്യത്യാസങ്ങൾ കാരണം ഇതിനകത്തിരിക്കുന്നതോറും ശരീരത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമല്ലോ. ഇത് ഞെക്കിപ്പിഴിഞ്ഞ് വലിച്ചെടുത്ത ഉദ്യോഗസ്ഥർ, ഡോക്ടർമാര് ഇവരൊക്കെ പറയുന്നത് നിലവിളിയായിരുന്നെന്നാണ്. അകത്തോട്ട് കയറ്റുമ്പോഴും ഇവരിതേ നിലവിളി തന്നെയായിരുന്നിട്ടുണ്ടാകും. ഇത്രയും ത്യാഗം സഹിച്ചാൽ പോലും എന്തിനു പോയതാ? ഉംറയ്ക്ക്. അള്ളാഹുവിന്റെ സ്വർഗം വാങ്ങിക്കാൻ വേണ്ടി പോയതാ. പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ചുമ്മാ ഒരു ഹോളല്ലേ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. ഈ കള്ളക്കടത്ത് സംഘം ഉംറ പാക്കേജിന്റെ ചെലവ് മൊത്തം വഹിക്കാമെന്ന് പറഞ്ഞു. എന്താണെങ്കിലും സ്വർഗം വാങ്ങിക്കാൻ വേണ്ടി പോയതല്ലേ, ഇനിയുള്ള തെറ്റുകൾക്ക് നോക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഈ രീതിയിൽ ഉംറ തീർത്ഥാടനത്തിന്റെ മറവില് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്താൻ ശ്രമിക്കുന്ന ആളുകൾ കോഴിക്കോട് കസ്റ്റംസിന്റെ പ്രിവെന്റീവ് ഉദ്യോഗസ്ഥരെ പിടിക്കുന്ന, എയർ കസ്റ്റംസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും ചേർന്ന് പിടിക്കുന്ന സംഭവങ്ങൾ കുറച്ചല്ല, ചെറുതല്ല, എമ്പാടുമുണ്ട് വാർത്തകൾ. ഇത് പറയുമ്പോൾ ചില കാക്കാമാര് വന്നിട്ട് കുരുക്കൾ പൊട്ടിക്കുന്ന എന്തെന്നറിയാമോ? ഇവനുമൊക്കെ ഇത് തന്നെയാണ് ജോലി.
പിന്നെ ഉംറയ്ക്ക് പോയാൽ പോലും ഇവര് ആളുകളെ വിടുന്നില്ലല്ലോ. സ്ത്രീകളെ ഇനിയിപ്പോ പാത്തോസ് മര്യാദയ്ക്ക് കമന്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിന്നെ ഇതിനകത്ത് നിന്നെടുത്ത് കിണ്ടി വെളിയിലിടാൻ ഓപ്ഷൻ ഉണ്ട്. നീ വീട്ടിൽ പോയി ഞെക്കിപ്പിഴി കേട്ടാ. ഇവിടെ വന്ന് വല്ലാതെ ഞെക്കിപ്പിഴിയണ്ട, നിന്റെ തലയുടെ വണ്ടടിച്ച് ഞാൻ കറക്കും നേരിട്ടാണെങ്കിൽ. അപ്പോ ഇവരെ ഇതിനകത്ത് പോയി പെട്ടുപോകുന്നത് സ്വർഗം വാങ്ങുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ആ സ്വർഗം വാങ്ങിക്കുന്നതിനിടയിൽ ആ സ്വർഗത്തിൽ എന്ത് വെച്ചിട്ടാണ് അള്ളാഹു വിളിക്കുന്നത്? മാറിടം തൊടുത്ത ഹൂറി പെണ്ണുങ്ങളെ. അപ്പൊ പിന്നെ ആ സ്വർഗം വാങ്ങിക്കാൻ വേണ്ടി വന്ന് നിൽക്കുമ്പോൾ മാറിടം തൊടുത്ത ഹൂറി പെണ്ണുങ്ങളെ കാണുമ്പോൾ സ്വാഭാവികമല്ലേ ഒരിളക്കം തട്ടുക എന്നുള്ളത്? ആ ഇളക്കമാണ് ഈ കാണുന്നത്. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ നേതാവും അത്ര വലിയ പുണ്യാളനൊന്നും അല്ലല്ലോ. ഭാര്യയുടെ അഭാവത്തിൽ പോലും മറ്റൊരു പെണ്ണിനെ പിടിച്ച് സ്വന്തം കിടക്കയിൽ കിടത്തി ഭാര്യ കള്ളവടി നേരത്തെ തന്നെ ലൈവായി കാണുകയും പിടിക്കുകയും ഒക്കെ ചെയ്തത് നമുക്കറിയുന്ന വസ്തുതകളല്ലേ. പലവട്ടം കേൾപ്പിച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും ഒരിക്കൽ കൂടി സാന്ദർഭികമായി ഇത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ നിർബന്ധിതയായിരിക്കുന്നു. കാരണം അനുയായികൾ മാത്രമാണോ ഇങ്ങനെ, അതോ നേതാവ് അതിനേക്കാൾ പോക്കാണോ? നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, അമ്മ വേലി ചാടിയാൽ മോള് മതില് ചാടുമെന്ന്, മോള് കന്മതില് ചാടുമെന്ന്. അതുപോലെ നേതാവ് ഇങ്ങനെ കാണിച്ചാൽ ഇതിന്റെ അപ്പുറം അനുയായികൾ കാണിക്കും. ഇതാ നമ്മുടെ നേതാവ് ഏത് തരത്തിലുള്ള ആളാണെന്ന് നോക്കിക്കോ. എന്റെ ഭാഗത്ത് നിന്ന് ഒരു അനിഷ്ടം എന്റെ ഭാര്യമാർക്ക് ഉണ്ടാകരുത് എന്ന് പ്രവാചകന് ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ച് പ്രവാചകൻ തന്റെ ഈ അടിമ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. ആ ദിവസം സത്യത്തിൽ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ദിവസമാണ്. പ്രവാചകൻ ഹഫ്സയുടെ കൂടെ കഴിയേണ്ട ദിവസമാണ്. ഹഫ്സയുടെ വീട്ടിൽ വെച്ചുമാണ് ഇത് നടക്കുന്നത്. അങ്ങനെ ഹഫ്സ തന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ തന്റെ അടിമ സ്ത്രീയുമായി ബന്ധത്തിലേർപ്പെട്ട വിവരം ഹഫ്സ റളിയല്ലാഹു അൻഹ അറിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഒരു പെണ്ണ് എന്നുള്ള നിലക്ക് നീരസം പ്രകടിപ്പിച്ചു. അവർ അള്ളാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, അതഫ്അലു ഹാദാ ഫീ ബൈതി ഫീ യൗമി, എന്റെ ദിവസത്തിലും എന്റെ വീട്ടിലും വെച്ചായിരുന്നോ നബിയെ നിങ്ങൾ ഇങ്ങനെ ചെയ്തത്? അത് അവർക്ക് അനിഷ്ടമായി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ പ്രയാസപ്പെടുത്തേണ്ടതില്ല എന്ന നിലക്ക് തന്നെ അവിടുന്ന് പറഞ്ഞു, ഫഇന്നഹാ ഹറാമുൻ അലയ്യ, എങ്കിൽ ഇനി ഞാൻ അവരുമായി ഒരിക്കലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല, ഞാനത് എനിക്ക് നിഷിദ്ധമാക്കി. എന്നാൽ നിങ്ങൾ പിണങ്ങേണ്ടതില്ല, നിങ്ങൾ അതിന്റെ പേരിൽ വിഷമിക്കേണ്ടതില്ല എന്ന് തന്റെ ഭാര്യയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ഹഫ്സ പറഞ്ഞില്ല നിങ്ങൾ ഞാനില്ലാത്ത സമയത്ത് അവരുമായി വേശ്യാവൃത്തിയാണല്ലോ നടത്തിയത് എന്ന് പറഞ്ഞില്ല. അതല്ലെങ്കിൽ ഹഫ്സയല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ഭാര്യ അത് പറഞ്ഞിട്ടില്ല, സ്വഹാബത്ത് പറഞ്ഞിട്ടില്ല, അനുചരൻ. മുഹമ്മദ് കരീം വന്നിട്ട് ചോദിക്കുകയാണേ, മുഹമ്മദിനെ പറയരുത്, നബി ചെയ്ത മറ്റെന്തോ ഒരു 10 പറയാൻ നിനക്ക് ധൈര്യമുണ്ടോ? ഞാൻ 100 നല്ല കാര്യം പറയാൻ. മൊയന്തേ, എടാ മലര, അതല്ലടാ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നതിനെക്കാട്ടി നല്ലത് റഫീഖ് സലഫി പറയുന്നതല്ലടാ. മുഹമ്മദ് കരീമേ, എടാ ലിംഗം കൊണ്ട് ചിന്തിക്കല്ലടാ, തൽക്കാലം അതവിടെ താഴ്ത്തി വെക്ക്. എന്നിട്ട് തൽക്കാലം തലച്ചോറ് കൊണ്ട് നീ ഒന്ന് ചിന്തിക്ക്. ഹഫ്സയെ പറഞ്ഞ് വാപ്പയുടെ അടുത്തേക്ക് വിടുക. അതെ, നിന്റെ വാപ്പ എടുക്കുന്നുണ്ട്, പോയിട്ട് വരാൻ. ഹഫ്സ തിരിച്ചു വരാൻ എടുക്കുന്ന സമയത്തിന് മുമ്പ് ഒരു പെണ്ണിനെ അവിടെ കിടത്തി കള്ളവെടി ലൈവായിട്ട് ഹഫ്സ കണ്ടുകൊണ്ട് വരിക. ആ ഹഫ്സയോടൊപ്പം നബി പറയാണ്, ഇനി ഒരിക്കലും ഞാൻ ആ പെണ്ണിനെ തൊടത്തില്ല എന്ന്. ആ നബി ചെയ്ത നല്ല കാര്യത്തെക്കുറിച്ച് ഉസ്താദ് പറയുന്നുണ്ടാ. എന്നിട്ട് ഈ മലരൻ എന്നോട് പറയാണ്, ധൈര്യം ഉണ്ടോ എന്ന് നിനക്ക് നബി ചെയ്ത് എന്തെങ്കിലും ഒരു മോശം പറയാൻ? എടാ വ്യഭിചാരം, നബിയുടെ വ്യഭിചാരം, കള്ളവെടി ലൈവായിട്ട് ഭാര്യ കണ്ട് പൊക്കുന്ന വിഷയമാണ് ആ മനുഷ്യൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ലിംഗം മാറ്റി വെച്ചിട്ട് തലച്ചോറ് കൊണ്ട് ചിന്തിക്കടാവേ. അപ്പോൾ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ പ്രയാസപ്പെടുത്തേണ്ടതില്ല എന്ന നിലക്ക് തന്നെ അവിടുന്ന് പറഞ്ഞു, ഫഇന്നഹാ ഹറാമുൻ അലയ്യ, എങ്കിൽ ഇനി ഞാൻ അവരുമായി ഒരിക്കലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല, ഞാനത് എനിക്ക് നിഷിദ്ധമാക്കി. എന്നാൽ നിങ്ങൾ പിണങ്ങേണ്ടതില്ല, നിങ്ങൾ അതിന്റെ പേരിൽ വിഷമിക്കേണ്ടതില്ല എന്ന് തന്റെ ഭാര്യയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ഹഫ്സ പറഞ്ഞില്ല നിങ്ങൾ ഞാനില്ലാത്ത സമയത്ത് അവരുമായി വേശ്യാവൃത്തിയാണല്ലോ നടത്തിയത് എന്ന് പറഞ്ഞില്ല. അതല്ലെങ്കിൽ ഹഫ്സയല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ഭാര്യ അത് പറഞ്ഞിട്ടില്ല, സ്വഹാബത്ത് പറഞ്ഞിട്ടില്ല, അനുചരന്മാർ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരു പദം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റൂല. ഇത് തന്റെ ഭാര്യക്ക് അനിഷ്ടമാണ് എന്ന് മനസ്സിലായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഇനി ഞാൻ അങ്ങനെ ചെയ്യൂല എന്ന് പറയുകയും ചെയ്തു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ ആ നിലപാടിനെ തിരുത്തി. വാനലോകത്ത് നിന്ന് ഭൂവനത്തിലേക്ക് വിശുദ്ധ ഖുർആനിൽ വചനം, ഇനി മേലെ ഞാൻ ആ സ്ത്രീയെ തൊടത്തില്ല എന്ന് ഭാര്യയെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ അള്ളാഹു ആയത്തിറക്കണ, നിനക്ക് വ്യഭിചരിക്കാനുള്ള സൗകര്യം ഞാൻ ചെയ്തു തന്നപ്പോ നീ ഇതിനോட ഭാര്യമാർക്ക് വേണ്ടിയിട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ ചെയ്തോടാ, ഞാനിവിടെ നിന്ന് ആസ്വദിക്കുമല്ലേ. അവതരിപ്പിച്ചു. എടുത്ത് പരിശോധിച്ചു നോക്ക്. വിശുദ്ധ ഖുർആനിലെ 66-ാം അധ്യായം സൂറത്തു തഹ്രീമിലെ 1-ാമത്തെ വചനം തന്നെ അതാണ്. എന്താ അല്ലാഹു പറഞ്ഞത്?
യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക തബ്തഗി മർളാത അസ്വാജിക വല്ലാഹു ഗഫൂറുർ റഹീം. ഓ പ്രവാചകരെ, ലിമ തുഹർരിമു, നിങ്ങൾ എന്തിനാണ് നിഷിദ്ധമായി പ്രഖ്യാപിക്കുന്നത്? മാ അഹല്ലല്ലാഹു ലക, അല്ലാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്ന ഒരു കാര്യത്തെ അല്ലാഹു നിഷിദ്ധമാക്കിയതല്ല. അത് വ്യഭിചാരമായിരുന്നില്ല. അത് എന്തിനാണ് നിങ്ങൾ ഇവിടെ ഇരയാരാ? പെണ്ണാണ്. ഹഫ്സയ്ക്ക് വേണ്ടിയാണ് നബിയുടെ ദിവസം അന്നുള്ളത്. അന്നാണ് നബി ഹഫ്സയെ അറിയാതെ വേറൊരു പെണ്ണിനെ പിടിച്ച് കിടത്തിയത്. അത് ഹഫ്സ കണ്ടുകൊണ്ട് വരുമ്പോ അള്ളാഹു നിൽക്കുന്നത് ആരുടെ കൂടെയാണ്? നബിയുടെ കൂടെ. നിനക്ക് ഞാൻ അനുവദിച്ചു തന്നതല്ലടാ ഇത്, നീ ചെയ്തോടാ, കുഴപ്പമൊന്നുമില്ലടാ. സ്ത്രീകളെ പടച്ചും പരിഗണിക്കുന്നത് എങ്ങനെയാണെന്ന് വേണ്ട ചെയ്യില്ലെന്ന് പറഞ്ഞത്. നിങ്ങളുടെ ഭാര്യമാരുടെ എടാ മുഹമ്മദ് കരീമേ, നല്ല വാപ്പയ്ക്ക് പിറക്കണവടാ. ഇത് എന്താടാ ഈ പറയുന്നത്? ഖുർആൻ വചനമാടാ ഈ പറയുന്നത്. സൂറത്ത് തഹരീം എന്ന അധ്യായത്തിലെ 1-ാമത്തെ വചനമാടാ ഈ പറയുന്നത്. ഖുർആനിൽ എന്ത് തെറ്റാ ഉള്ളത്? ഖുർആനിൽ തെറ്റൊന്നുമില്ലടാ. അള്ളാഹു വ്യഭിചരിക്കാൻ നബിക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ശരിയോ ശരി. പിന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, നബിയെ സംബന്ധിച്ചിടത്തോളം അത് പിന്നെ എങ്ങനെ തെറ്റു പറയും? എല്ലാം ശരിയാണെന്നേ. രുടെ തൃപ്തിക്ക് വേണ്ടി, അവരുടെ സന്തോഷത്തിന് വേണ്ടി അള്ളാഹ് അനുവദിച്ച ഒരു കാര്യത്തെ നിഷിദ്ധമാണ് എന്ന് നിങ്ങൾ എന്തിനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് പ്രവാചകനെ തിരുത്തുകയായിരുന്നു. ഇതാ പിന്നെ ഇനിയും ഉംറയ്ക്ക് പോയതിനിടയിൽ ഉംറയ്ക്ക് പോയതിനിടയിൽ പീഡിപ്പിക്കപ്പെട്ട വസ്തുതകളാണല്ലോ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. രസകരമായ ഒരു വിഷയമുണ്ട്. നബി ഉംറയൊക്കെ ചെയ്തിട്ടുണ്ട്, ശരി, ഹജ്ജൊക്കെ ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ നബിയുടെ ഗുണ്ടകൾ, നബിയുടെ അനുയായികൾ ഉംറയ്ക്ക് പോകുമ്പോൾ പോലും സ്ത്രീകളുടെ നിതംബം കണ്ടാൽ ഉടനെ അവരുടെ ലിംഗമിട്ടൊന്ന് ഒരയ്ക്കണം എന്നിവർക്കൊരാഗ്രഹം തോന്നുന്നത്? നിങ്ങൾ ഇത്രയും വൾഗറായിട്ടുള്ള വിഷയങ്ങൾ മറ്റൊരു മതത്തിലും, മറ്റൊരു മതഗ്രന്ഥത്തിലും, മറ്റൊരു മതപ്രചാരണത്തിലും കാണാൻ കഴിയില്ല. അവരാരും ഈ രൂപത്തിലൊന്നും പ്രചരിപ്പിക്കുന്നവരല്ല. അവരൊക്കെ നല്ലത് പ്രചരിപ്പിക്കുന്നവരാണ്. അവരുടെ പ്രചരണം അതുകൊണ്ട് ആളുകൾക്ക് ഇഷ്ടവുമാണ്. ഇത് ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നതും മറ്റുള്ളവർക്ക് മുമ്പിൽ ഇസ്ലാം ഒരു സെക്സ് ഇസ്ലാമാക്കി മാറ്റുന്നതും ആരാണെന്ന് അറിയാമോ? ഈ മുസ്ലിം പുരോഹിതന്മാരാണ്. അല്ലെങ്കിൽ ഈ പുസ്തകത്തിനകത്തുള്ള അറബിയല്ലേ ആരെങ്കിലും അറിയുവോ? അത് അവിടെ തന്നെ ഒളിഞ്ഞു കിടക്കുമായിരുന്നില്ലേ? നബിയും ഭാര്യയുടെ അഭാവത്തിൽ വേറൊരു പെണ്ണിനെ പിടിച്ച് കിടക്കയിൽ കിടത്തുന്നു. ഭാര്യ ലൈവായിട്ട് അത് കണ്ടിട്ട് വന്നിട്ട് നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതല്ല പോട്ടെ, ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കുന്നു, ഒരിക്കലും ഞാൻ അവളെ തൊടത്തില്ല എന്ന് പറയാൻ പടച്ചോൻ പറഞ്ഞിട്ട് ആ പടച്ചോൻ നിനക്ക് അനുവദിച്ച് തന്നല്ലടാ, നീ അതൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൂടാ. എന്തുകൊണ്ടാണെന്നറിയാമോ? ഉംറയ്ക്ക് വരുന്ന അനുയായികൾ പോലും ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണെന്നും, അതൊരു സ്ത്രീയാണ്, ആരുടെയോ സഹോദരിയാണ്, എന്നെ പോലെ മറ്റേതോ പുരുഷന്റെ മകളാണ്, മറ്റേതോ ഒരു പുരുഷന്റെ ഭാര്യയാണ്, മറ്റേതോ പുരുഷന്റെ സഹോദരിയാണ്, അവരോട് ഞാൻ സ്ത്രീകളെ മാനിക്കുന്ന രൂപത്തിൽ വേണം പെരുമാറാൻ, അവർക്ക് വേണ്ടുന്ന ആദരവ് നൽകൽ എന്റെ ബാധ്യതയാണ് എന്ന് ചിന്തിക്കാൻ സാധിക്കാതെ ഖുർആൻ പറഞ്ഞ 2-ാം അധ്യായത്തിലെ 223-ാം വചന പ്രകാരം നിസാഉക്കും ഹർസുൻ ലക്കും ഫഅതു ഹർസക്കും അന്നാശിഅതും, സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ്, നിങ്ങൾ ഇച്ഛിക്കും വിധം നിങ്ങൾ അവരെ സമീപിച്ചോളൂ എന്ന് ഖുർആൻ പറഞ്ഞു. ആ ഖുർആൻ തന്നെയാണ് ഇവർ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്. പെണ്ണ് എന്നാൽ വെറും പെറാനും പേറാനും മാത്രമുള്ള പേറ് യന്ത്രങ്ങളാണ്. പെണ്ണിനെ ആകെ ഒരു സെക്സ് ടോയ് ആയിട്ട് മാത്രമേ ഇവർ കാണുന്നുള്ളൂ. അനേകം തെളിവുകൾ എനിക്ക് കാണിക്കാൻ പറ്റും. ഇപ്പൊ ഒരു ഉസ്താദ് എന്തുകൊണ്ടാണ് നബിയുടെ അനുയായികൾ ഇങ്ങനെ ആയത് എന്ന് കേട്ടോ. നബി എങ്ങനെയാണെന്ന് കേട്ടോ. 3 കളികൾ ബാത്തിലല്ല, അതുകൊണ്ട് ദീനിന് ഉപകാരം കിട്ടുമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ധാരാളം പ്രതിഫലം കിട്ടുന്നതാണ്. ഒരു കളി ഏതാണെന്നറിയാമോ? അമ്പേര് നടത്തുന്ന കളിയുണ്ടല്ലോ, അത് ബാത്തിലല്ല, പ്രതിഫലം കിട്ടുന്ന കളിയാണ്. അത് എന്തേ അങ്ങനെ പറയാനുള്ള കാരണം? പഴയ കാലങ്ങളിൽ യുദ്ധങ്ങളെല്ലാം നടന്നിരുന്നു. ആ യുദ്ധങ്ങൾക്ക് ആവശ്യമുള്ള ഒന്നാണ് അമ്പേർ എന്നത്. ഇന്ന് പിന്നെ ഏതായാലും മക്കളി വേണമെന്ന് തോന്നുന്നില്ല.
അന്ന് അത് അനിവാര്യമായതുകൊണ്ട് അമ്പേര് നടത്തിയിട്ടുള്ളൊരു പ്രാക്ടീസ് ഉണ്ടല്ലോ, അത് ദീനിന് ഉപകാരം കിട്ടുന്നതായിരുന്നു. അതുകൊണ്ട് അക്കളി ബാത്തിലല്ല, പ്രതിഫലം കിട്ടുന്ന കളിയാണ്. രണ്ടാമത്തെ ബാത്തിലല്ലാത്ത കളി ഏതാണെന്നറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വതഅദീബുക ഫറസക, കുതിരക്ക് അച്ചടക്കം പഠിപ്പിക്കലുണ്ടല്ലോ. നിങ്ങൾ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന കുതിര, ആ കുതിരക്ക് അദബ് പഠിപ്പിക്കൽ, നിങ്ങൾ പറഞ്ഞതനുസരിച്ച് കേൾക്കുന്ന ഒരു പരുവത്തിലേക്ക് കുതിരയെ എത്തിക്കൽ. അത് എപ്പോഴാണ്? കുതിരക്ക് അച്ചടക്കം പഠിപ്പിക്കുമ്പോഴാണ്. അതും യുദ്ധങ്ങളിലെല്ലാം ഉപകരിക്കുന്ന മൃഗമായതുകൊണ്ട് അതിന് അദബ് പഠിപ്പിച്ചാൽ ദീനിന് നേട്ടമുണ്ട്. അത് ആ കാലങ്ങളിലെല്ലാം ഉള്ളത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് അക്കളിയും ബാത്തിലല്ല. എന്നാൽ ഈ രണ്ട് കളിയും ഇന്ന് അപൂർവമാണ്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കളിയുണ്ട്, അത് ഇന്നും നിലവിലുണ്ട് കേട്ടോ. അക്കളി ബാത്തിലല്ല, ധാരാളം പ്രതിഫലങ്ങൾ കിട്ടുന്ന കളിയാണ്. ആ മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കളി ഏതാണ്? അവിടുന്ന് പറഞ്ഞില്ലേ, വമുലാഅബതുക അഹ്ലക, ഓ പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യമാരോട് കളിക്കുന്ന കളിയുണ്ടല്ലോ. ഓ ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരോട് കളിക്കുന്ന കളിയുണ്ടല്ലോ, അത് ബാത്തിലായ കളിയല്ല. ആ കളിക്ക് ധാരാളം പ്രതിഫലം അല്ലാഹുവിങ്കലിൽ നിന്ന് ലഭ്യമാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ലോകത്താരെങ്കിലും ഉമ്മയുടെയും സഹോദരിയോടുമൊക്കെ കളിയെക്കുറിച്ച് സംസാരിക്കുക പറ്റുമോ? ആർക്കെങ്കിലും? ആർക്ക് പറ്റും ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? നമ്മൾ നമ്മുടെ ചുറ്റിനും ഒരുപാട് മതങ്ങൾ കാണുന്നുണ്ട്, മതപ്രചാരകരെ കാണുന്നുണ്ട്. മതപുരോഹിതന്മാർ അവരുടെയൊക്കെ മതങ്ങൾ ഇങ്ങനെ വിഭാവനം ചെയ്യുന്നു, പ്രചരിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു, അവരുടെ മതം വളർത്തുകയും ചെയ്യുന്നു. പക്ഷേ ആരെങ്കിലും ഇങ്ങനെ സെക്സ് പറഞ്ഞു മാത്രം ഒരു മതമുണ്ടോ? പ്രവാചകൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന കളികളെ കുറിച്ചാണ് ഉസ്താദ് പബ്ലിക്കിൽ പ്രസംഗിക്കുന്നത്. ധാരാളം പ്രതിഫലം കിട്ടുന്ന മൂന്നാമത്തെ കളി ഏതെന്നറിയുമോ എന്ന് ചോദിച്ചിട്ടാണ് ഭാര്യയും ഭർത്താവും ബെഡ്റൂമിൽ കളിക്കുന്ന കളിയെക്കുറിച്ച് ഉസ്താദ് പ്രസംഗിക്കുന്നത്. ആർക്ക് പറ്റും ഇതൊക്കെ? അതല്ല, ഈ ജിംബോയി ചോദിക്കുന്നു, ഈ നിരീശ്വരവാദിയുടെ സംസാരം കേൾക്കാതെ വേറെ വല്ല പണിക്കും പോയി. ആദ്യം നീ ഇറങ്ങിപ്പോടാ, നിന്നെ ആര് വിളിച്ചു? നീ ഇറങ്ങിപ്പോ. നീ ഇവിടെ നിന്ന് ഞാൻ പറയുന്നതെല്ലാം കൃത്യമായിട്ട് കേട്ട് നബിയുടെ സെക്സും ഒക്കെ ആസ്വദിച്ചിട്ട് നീ മറ്റുള്ളവരോട് ചോദിക്കുക ഇറങ്ങിപ്പോകാനെന്നല്ലേ? മുഹമ്മദ് കരീം 6 വയസ്സായി പ്രായപൂർത്തിയായ ആയിഷയുടെ സമ്മതത്തോടെയാണ് മുഹമ്മദ് വിവാഹം കഴിച്ചത്. അതിലെന്താ തെറ്റ്? നിനക്കെന്തോ കുഴപ്പമുണ്ട്? ശരിയാടാ, 6 വയസ്സിലൊക്കെ പ്രായപൂർത്തിയാകത്തില്ല. പിന്നെ പെര നിറഞ്ഞു നിന്ന ആയിഷയ്ക്ക് ഒരു ജീവിതം കൊടുത്തില്ലേ നബി? എടാ, നിന്നെ പോലെയുള്ള മലരന്മാർ ഇസ്ലാമികപരമായി നിങ്ങൾക്കൊന്നും അറിയില്ലെങ്കിൽ തൽക്കാലം മൗനികളായിട്ടെങ്കിലും ഇരിക്കടാ, ഒന്ന് മിണ്ടാതെങ്കിലും ഇരിക്കടാ. നിനക്കൊന്നും മതത്തെക്കുറിച്ച് അറിയില്ല. ഈ ഞാനൊക്കെ പറയുന്ന ഈ മതപ്രമാണങ്ങൾ നീയൊന്നും കണ്ടിട്ട് പോലുമില്ല. ശരി, എന്നാൽ ഒരു കാര്യം ചെയ്, ഒന്ന് മിണ്ടാതിരിക്കും. നീയൊക്കെ അല്ലടാ ഇസ്ലാമിനെ കൂടുതൽ വിമർശിക്കാൻ കാരണമാകുന്നത്. ലൈറ്റും വെട്ടവും ഒക്കെ പോയെന്ന് തോന്നുന്നല്ലോ. ഇരുണ്ടിരിക്കുന്നു. എവിടെയോ തട്ടിയപ്പോൾ ലൈറ്റ് അങ്ങ് ബ്രൈറ്റ്നസ് പോയതാ, പോട്ടെ. അപ്പോ ഇസ്ലാമിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ, ഇസ്ലാമിനെ വിമർശിക്കുന്നവരോട് മറുപടി പറയാൻ അറിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മിണ്ടാതെങ്കിലും ഇരുന്നൂടെ? സംസാരിക്കാതെങ്കിലും ഇരിക്കേ. നിങ്ങൾ വിമർശിക്കുന്നത് കൊണ്ടാണല്ലോ കൂടുതൽ മതത്തെക്കുറിച്ച് പറയേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ വിഷയവും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പാട്ടിന് പോകൂലേ?
നിങ്ങളിങ്ങനെ അനാവശ്യങ്ങൾ പറഞ്ഞു വന്ന് നബിയെ കൂടുതൽ കൂടുതൽ പറയിപ്പിക്കാൻ മാത്രമല്ലേ സാഹചര്യങ്ങൾ ഉണ്ടാക്കുള്ളൂ. മെർലിൻ കണ്ടു ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് വന്നിട്ട് ഹായ് പറയാൻ പറഞ്ഞാൽ ആ വിഷയത്തെക്കുറിച്ചിട്ട് നിർത്തിയിട്ട് ഹായ് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്താളുകളാണപ്പോൾ നിങ്ങളൊക്കെ. ഉംറയ്ക്ക് കൊണ്ടുപോകുന്ന ഉസ്താദുമാരും ഹജ്ജിന് കൊണ്ടുപോകുന്ന ഉസ്താദുമാരും ഒക്കെ പ്രധാനമായും സ്ത്രീകളെ തന്നെ ലക്ഷ്യം വയ്ക്കുന്നത് എന്തിന്റെ പേരിലാണ് എന്ന് ഏതാണ്ട് മനസ്സിലായില്ലേ? ഇത്രേ ഉള്ളൂ ഇവിടെ, ഇത്രേ ഉള്ളൂ കാര്യം. സ്ത്രീകൾ കൃഷിയിടമാണ്. മുഹമ്മദ് സഹദുല്ല നീ എന്താ എന്നെ വെല്ലുവിളിക്കുന്നത്? മുഹമ്മദ് സഹദുല്ല 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 223-ാമത്തെ വചനം, നിസാഉകും ഹർസുൽ ലക്കും ഫഅതു ഹർസകും അന്നാ ശിഅ്തും. സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ്, നിങ്ങൾ ഇച്ഛിക്കും വിധം നിങ്ങൾ അവരെ സമീപിച്ചു കൊള്ളുക. ഖുർആൻ പറഞ്ഞതാ. മുഹമ്മദ് സഹദുല്ല ഖുർആൻ കണ്ടിട്ടില്ല. ഖുർആൻ അവൻ ചോദിക്കുക സ്ത്രീകൾ കൃഷിയിടമാണെന്ന് ഖുർആനിൽ എവിടെയാ പറഞ്ഞത്? നീ പറഞ്ഞിട്ട് പോയാ മതി, അല്ലെങ്കിൽ എന്നെ പിടിച്ചിവിടെ കെട്ടി നിർത്തുവെന്ന്. ശരിയുടെ ആയിഷയുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് വിവാഹം നടന്നത്. കാരണം 6 വയസ്സുള്ള കുഞ്ഞെ എന്നെ പെട്ടെന്ന് കെട്ടിക്കുമെന്നും പറഞ്ഞ് പോയി നിന്നു. ശരി, നമ്മൾ സമ്മതിച്ചു, നിങ്ങളങ്ങ് പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. ഇത്രയുമൊക്കെ പറഞ്ഞ് നമുക്ക് പിന്നെ ഇത് പറയാൻ വലിയ പ്രയാസമാണ്. കുഴപ്പമില്ലെന്നേ, നിങ്ങളിതൊക്കെ പറഞ്ഞോ. അപ്പൊ അവിടെ ഭാര്യ എന്നാണ് അർത്ഥമെന്ന് അല്ലെ. നിസാ ഉക്കും സ്ത്രീകൾ, നിങ്ങളുടെ സ്ത്രീകൾ. ഹർസുലക്ക് നിസാ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു അധ്യായം തന്നെയില്ലേ ഖുർആനിലെ സ്ത്രീകൾ. ഭാര്യമാർ എന്ന് പറഞ്ഞെങ്കിൽ എന്ത് പറയണം? അസുവാജ്. സൗജിന്റെ ജം ആണ് അസുവാജ്. അസുവാജ് എന്ന പദം പ്രയോഗിക്കണമായിരുന്നു. ഭാര്യ എന്നർത്ഥം അവിടെ ഇല്ല. ഇതാണ് പ്രശ്നം. ഇവർക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയില്ല, ഖുർആൻ അറിയില്ല, ഹദീസ് അറിയില്ല. ഇവരിങ്ങനെ ഇതും പറഞ്ഞുകൊണ്ട് വരും. എന്നാൽ ഇവര് മിണ്ടാതിരിക്കുമോ? ഞങ്ങൾക്ക് അറിയില്ല ഇസ്ലാമിനെ കുറിച്ച്, ഖുർആൻ ഞങ്ങൾക്ക് അറിയില്ല. ലാസ്റ്റ് വന്ന് പറയുന്നുണ്ടാ, നീ മരിക്കുമെന്ന് നിനക്കറിയില്ലേന്നാ. നീ മരിക്കുമെന്ന് ഓർക്കുന്നത് ഞാൻ മാത്രല്ലടാ, എല്ലാരും മരിക്കും. ഇതിന് മുമ്പുള്ള ആളുകളും മരിച്ചിട്ടില്ലേ? മരിക്കാതെ ഇപ്പൊ ആൾക്കാർ എവിടെ പോകുന്നത്? എല്ലാരും മരിക്കൂടാ. അങ്ങനെ 2 വർഷം കഴിഞ്ഞിട്ട് വെള്ളം പൊങ്ങുമെന്ന് പറഞ്ഞ് ഇപ്പോഴേ തുണി പൊക്കി പിടിക്കേണ്ട കാര്യമുണ്ടോ? അന്നേരം പേടിച്ചാൽ മതിയല്ലോ, പ്രശ്നമില്ല. കണ്ടോ, മുഹമ്മദ് കരീം ഇപ്പോ ടേൺ മാറ്റി. സെക്സ് ചെയ്യുന്നത് തെറ്റാണോ? മുഹമ്മദ് ചെയ്താൽ തെറ്റാണോ? ഒന്നും തെറ്റല്ലടാ, കള്ളവെടിയാണ് തെറ്റ്. ഒരു ഭാര്യയ്ക്ക് വേണ്ടി വീതം വെച്ച് കിട്ടിയ ദിവസത്തില് വേറൊരു പെണ്ണിനെ പിടിച്ചു കിടത്തി ഡിങ്കോഡാൽഫി ചെയ്യുന്നത് ഭാര്യ ലൈവായിട്ട് കണ്ടോണ്ടോ? ഇതാ തെറ്റ്. ലോകത്തിന് മൊത്തം മാതൃകയല്ലേടേ നിന്റെ നബി. അപ്പൊ മോശമാണോ? എടാ, ആയിഷ സമ്മതിച്ചു, നിനക്ക് എന്താണ് പ്രശ്നം? ആയിഷയുടെ വിഷയം സംസാരിച്ചിട്ടേ ഇല്ല, നീയൊക്കെയാണ് അതൊക്കെ കൊണ്ടുവരുന്നത്. എടാ, അതൊക്കെ പീഡോഫീൽ. 6 വയസ്സുള്ള കുഞ്ഞിനെ 53കാരൻ നോക്കിയപ്പോഴത്തേക്കിന് കാമം ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഇതൊക്കെ അംഗീകരിക്കാൻ പറ്റുക? ഞാനൊരു ഹാഫിലാണ്, ഞാനും അത് തന്നെടാ. എനിക്ക് നല്ലതുപോലെ ഖുർആൻ അറിയാൻ ജാമിദ. അപ്പൊ മുഹമ്മദ് സഹദുല്ല എന്നിട്ട് സ്ത്രീകൾ കൃഷിയിടമാണെന്ന് പറയുന്ന വചനം ഏതാണെന്ന് ചോദിച്ചതോ? അപ്പൊ ഖുർആൻ നിനക്കറിയില്ല അല്ലേ? അപ്പൊ നീ ഹാഫിലായത് എവിടെ നിന്നാണെന്ന് അറിയണമല്ലോ. കൊള്ളാലോ, ഖുർആനിൽ ഇങ്ങനെ ഒരു വചനം ഉണ്ടെന്ന് പോലും അറിയാം. നാണക്കേടല്ലടാ, നീയൊക്കെ ഖുർആൻ വായിച്ചതാണെന്ന്, ഹാഫിലാണെന്ന്. അറിയപ്പെടാ. ഇല്യാസ നിന്റെ തന്തയ്ക്ക് വിളി കേൾക്കാനാണല്ലോ നീയൊക്കെ ഇതൊക്കെ പറയുന്നത്. പറയരുതെന്ന് വിചാരിച്ചാലും നീയൊക്കെ പറയിപ്പിക്കും. ചത്തുപോയെങ്കിൽ കുഴിയിലും സമാധാനം കൊടുക്കലടാ നീയൊക്കെ. അതല്ലടാ ഈ മുഹമ്മദ് സഹദുല്ല. എടാ, ഇവിടുത്തെ വിഷയം അതല്ല. ഖുർആനിലെ സ്ത്രീകള് കൃഷിയിടമാണെന്നുള്ള വചനം ഉണ്ടെന്നല്ലടാ നീ ചോദിച്ചു. ഞാൻ വചനം തന്നില്ലേ? പിന്നെ നീ മുങ്ങിയോ? സാരമില്ലടാ, ചമ്മി ഒരിടത്ത് പോയി ഇരുന്നോ. 2-ാം അധ്യായം 223 എടുത്ത് വായിച്ചല്ലേ? നിനക്കെന്നാ നാണം തോന്നിയല്ലേ? ഇത് തന്നെടാ എൻ്റെ ഈ അവസ്ഥ. ഞാനും ഇതൊക്കെ വായിച്ചിട്ടേ നാണം കെട്ടിരിക്കുക. ഇത്രയും തൊലിക്കെട്ടി നബിക്കുണ്ടായിരുന്നു. നബിയുടെ തൊലിക്കെട്ടിയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കിന് ഇപ്പൊ ഇത് വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ തൊലിക്കെട്ടിയൊന്നും വിഷയമല്ല കേട്ടാ. രാഹുൽ ഈശ്വറിനെ എന്തിനു വിളിക്കട്ടെ എന്നാടാ? വീട്ടിൽ വിളിച്ചോണ്ട് പോടാ, നിനക്ക് കഴിവില്ലെങ്കിൽ. ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നല്ല കഴിവ് രാഹുൽ ഈശ്വറിനുണ്ട്. ഉസ്താദ്മാരൊക്കെ പരാജയപ്പെട്ടല്ലോ ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ. രാഹുൽ ഈശ്വറിനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോ, പെണ്ണുങ്ങളെയൊക്കെ വിളിച്ചെടുത്തിട്ട് ഖുർആൻ ക്ലാസ് എടുക്കാൻ പറ.
അപ്പോൾ നമുക്കിനി പിന്നെ കാണാം. നന്ദി. പെട്ടെന്ന് ഇതിനകത്ത് ലൈറ്റ് അങ്ങ് പോയി.